കഥ തുടരുന്നു. അമ്മയുടെ പരിഭ്രമം പ്രിയരഞ്ജന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ഓടിയെത്തി അമ്മയുടെ തോളിൽ കൈയിട്ടു. പെട്ടെന്ന് അമ്മയെ കാണണമെന്ന് തോന്നി ഇങ്ങു പോന്നു. വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അമ്മ ടെൻഷനൊന്നും പിടിക്കണ്ട. അതൊന്നുമല്ല, എത്ര തിരക്കായാലും വിളിച്ചു പറഞ്ഞിട്ടേ നീ വരാറുള്ളൂ. എന്തോ കള്ളത്തരമുണ്ട്. സ്വന്തം വീട്ടിൽ വരാൻ എപ്പോഴും വിളിച്ചു പറയണോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി. മകനെ സൽക്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള വെപ്രാളത്തോടെ ജ്യോതിലക്ഷ്മി ഗതിച്ചമ്മയെയും കൂട്ടി അടുക്കളയിലേക്ക് കയറി. ശരിയായിരുന്നു, പ്രിയരഞ്ജൻ്റെ പെട്ടെന്നുള്ള വരവിൽ ഒരു ചെറിയ കള്ളത്തരമുണ്ടായിരുന്നു. റൂബിയ ജോർജ് ഫോണിൽ വിളിച്ച് പെട്ടെന്ന് അവനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വരാൻ തയ്യാറായില്ല. ഓരോരോ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. കഴിഞ്ഞ ആഴ്ച അവൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ താൻ അങ്ങോട്ട് ചെല്ലുമെന്ന്. ഇക്കുറിത്ത് താൻ വന്നാൽ നിലത്ത് കിടക്കുകയില്ലെന്നും ഒറ്റമുറിയിലെ ഒറ്റക്കട്ടിലിൽ കൂടെ കയറി കിടക്കുമെന്നും ഭീഷണിയായതോടെ അങ്ങനൊരു ദുരന്തം ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് അവൻ ഓടി വന്നത്. പിറ്റേന്ന് ഞായറാഴ്ച കുമാർ പാലസ് ഹോട്ടലിൽ ലഞ്ചിലെത്താൻ അവൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടത്രേ. മൊബൈലിലോ വീഡിയോ കോളിലോ അതങ്ങ് പറഞ്ഞാൽ പോരെ? അത് പറ്റില്ല, മുഖത്ത് നോക്കി പറയണം. മുഖത്തിരിക്കാതെ ഉത്തരവും കിട്ടണം. കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാകാം എന്ന് കരുതി കൃത്യസമയത്ത് തന്നെ അവൻ ഹോട്ടലിലെത്തി. നല്ല ഹോളിഡേ മൂഡിൽ റൂബിയെ കാത്തിരിക്കുന്നു. കല്ലടയാറിൻ്റെ തീരത്തെ നക്ഷത്ര ഹോട്ടലിൽ വലിയ തിരക്കൊന്നുമില്ല. ബുഫേ ലഞ്ചായിരുന്നു. സ്റ്റാർട്ടർ സൂപ്പുമെടുത്ത് അരണ്ട വെളിച്ചമുള്ള ഒരു മൂലയ്ക്ക് പോയിരുന്നു. സൂപ്പ് കുടിക്കുന്നതിനിടയിൽ കേസിൻ്റെ പൊതുവായ ചില കാര്യങ്ങളൊക്കെ റൂബിയ വിശദമായി പറഞ്ഞു. പക്ഷേ അവളുടെ മനസ്സിൽ അതൊന്നുമല്ലെന്ന് പ്രിയരഞ്ജൻ തിരിച്ചറിഞ്ഞു. സ്ത്രൈണതയുടെ ആകെയൊരു ഉത്കണ്ഠ അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തു. എന്താ വക്കീലേ, നല്ല ടെൻഷനുണ്ടല്ലോ? കുറച്ച് ദിവസമായി അപ്പച്ചനും ചേട്ടന്മാരും ചേർന്ന് സ്വൈരം തരുന്നില്ല. ഇരിക്കപ്പുറതി ഇല്ലാണ്ടായി. പ്രിയനറിയാലോ, മാടമ്പി കുടുംബമാ. അതിൻ്റെതായ പൊങ്ങച്ചവും ധാർഷ്ട്യവും ഒക്കെയുണ്ടേ. എൻറോൾ ചെയ്തു കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോൾ വിവാഹത്തിന് സമ്മതിക്കാമെന്ന എൻ്റെ ഒരു വാക്കിൻ തൂങ്ങിയ അവരുടെ സ്വൈര്യം കെടുത്തൽ. 17 വയസ്സായില്ലേ? അംബീഷനും നടന്നു. ഇനിയും എന്തിനാ വച്ചു നീട്ടുന്നേ? സമ്മതിക്കലോ? കഴിയുന്നില്ല. പ്രിയൻ്റെ പ്രേമലേഖനങ്ങൾ 8 വർഷപ്പെട്ടിയിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. വീണ്ടും ഇയാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിലൊരു ദൈവനിയോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ തമാശകളല്ലായിരുന്നോ? വിട്ടുകളയടോ. ഒരക്ഷരം മറുപടി തരാതെ കാമ്പസിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ നീ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ ദിവസവും ഒരു തവണയെങ്കിലും രവിവർമ്മ ചിത്രത്തിൻ്റെ രതിഭാവമേ കാതിൽ മുഴങ്ങും. ഇടയ്ക്കിടെ ആ കത്തുകൾ എടുത്തു വച്ച് വായിക്കും. വി ആർ നോട്ട് ദോസ് കോളേജ് സ്റ്റുഡൻസ് നൗ. പ്രായം പെയ്ച്ച പ്രണയമഴ എന്നതിനപ്പുറം അതിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഒരു പക്ഷേ ഞാൻ പ്രിയനെ മറന്നേനെ. വീണ്ടും എൻ്റെ മുന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ. നിന്നോടൊപ്പം ആ മുറിയിൽ കഴിഞ്ഞ നിമിഷങ്ങളിലായിരുന്നു ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഉറച്ച തീരുമാനം. ഐ ലവ് യു, ഐ നീഡ് യു. പ്രിയരഞ്ജൻ വിസ്മയത്തോടെ അവളെ തുറച്ചു നോക്കി. വാട്ട് ഡു യു മീൻ? ഇനിയുള്ള ജീവിതം നമ്മൾ ഒരുമിച്ച്. പ്രിയനും അതിഷ്ടമല്ലേ? 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവാനിയോസിൻ്റെ കാമ്പസിൽ വെച്ചായിരുന്നു റൂബിയ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പ്രായത്തിൻ്റെ ത്രില്ലിൽ ഞാൻ തുള്ളിച്ചാടിയേനെ. പക്ഷേ ഇപ്പോൾ വയ്യ റൂബിയ. യു ആർ ആൻ എമർജിങ് യങ് അഡ്വക്കേറ്റ്. കരിയർ നശിപ്പിക്കരുത്. എൻ്റെ കരിയർ കാറ്റത്ത് പറന്നു പോകുന്ന ഭസ്മമൊന്നുമല്ല പ്രിയ. അത് കൊണ്ടു നടക്കാൻ എനിക്കറിയാം. റൂബിയയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം. അവർ നമ്മളെ കൊന്ന് ഭസ്മമാക്കി കൊല വിളിക്കും. ഭീരുവാകരുത് പ്രിയ. നമുക്കാരുടെയും ഔദാര്യം ആവശ്യമില്ല. നമ്മുടെ കാര്യം നമ്മളാ തീരുമാനിക്കുന്നത്. എനിക്ക് വേണ്ടത് പ്രിയരഞ്ജൻ്റെ മാത്രം പിന്തുണയാണ്. എന്നെ ചുമന്ന് മലയുടെ മുകളിൽ എത്തിച്ചിട്ട് തള്ളി താഴേക്കിടരുത്. അല്പനേരം ഇമച്ചിമാതെ അവൻ റൂബിയയെ നോക്കിയിരുന്നു. ലഞ്ച് കഴിച്ച് തീർത്തു മടങ്ങുന്നതുവരെ പിന്നീട് ഒരക്ഷരം ഉരിയാടിയതുമില്ല. വീട്ടിൽ മടങ്ങിയെത്തിയ പ്രിയരഞ്ജൻ മൗനിയായിരുന്നു. ഒന്ന് മയങ്ങി എണീറ്റിട്ട് പൂമുഖത്തെ ചാരുകസാരയിൽ തെന്മലയുടെ നിബിഡവനങ്ങളെ നോക്കിക്കിടന്നു. ഒറ്റക്കലിലെ ലുക്കൗട്ട് ടവറിന് മുകളിലെ പക്ഷിക്കൂട്ടങ്ങൾ പോലെ കെട്ടുപിണയുന്ന ചിന്തകൾ. ചായ കൊണ്ടുവന്ന അമ്മയെ അവൻ പിടിച്ചിരുത്തി. നമുക്ക് ഈ കേസും വഴക്കുമൊക്കെ മതിയാക്കി ചെന്നൈയിലേക്ക് മടങ്ങിയാലോ അമ്മേ? ഞാൻ അവിടെ ഒരു വീട് വാങ്ങാം. എന്താ നിനക്ക് പെട്ടെന്നൊരു ഭൂതോദയം? അന്യരല്ലോ, സ്വത്തും പണവുമൊക്കെ അവരെടുത്തോട്ടെ. എന്തിനാ സ്വത്തും പണവുമൊക്കെ കൂടുതൽ? നമ്മുടെ ആവശ്യത്തിലേറെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടല്ലേ പോയത്. പിന്നെ എനിക്കൊരു നല്ല ജോലിയുമുണ്ട്. അടുത്ത വർഷം ശിഖയുടെ പഠിത്തം കഴിയും. അവളെ കെട്ടിച്ചിട്ടിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. ആകാം, എനിക്കൊരു വിരോധമില്ല. എനിക്ക് ഇതിലേറെ സ്വത്തും പണവും ആവശ്യമില്ല. പക്ഷേ ജീവനെപ്പോലെ സ്നേഹിച്ച ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയാണ് ഞാനിപ്പോൾ. ചെന്നൈയിൽ മടങ്ങി വന്ന് സെറ്റിൽ ചെയ്താൽ മ്ലേച്ഛമായ ആ തീരക്കളങ്കം മാറിക്കിട്ടോ? പറ, എന്നാൽ ഞാൻ വരാം. മുഖത്തൊരടി കിട്ടിയതുപോലെ പ്രിയരഞ്ജന് തോന്നി. അവൻ നിശബ്ദനായി. അവൾ തുടർന്നു. നിന്റെ അച്ഛന് വേണ്ടത് മറ്റുള്ളവരെ പോലെ ഒരു മകനെന്ന അംഗീകാരമായിരുന്നു. പണമില്ലാത്തതുകൊണ്ടല്ല വിമലേട്ടൻ പിതൃസ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാനിറങ്ങിയത്.
ആ അംഗീകാരത്തിനായിരുന്നു. ജ്യോതിലക്ഷ്മി മകൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. മോന് പെട്ടെന്നിങ്ങനെ തോന്നാൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അമ്മ വരാം, ഈ കേസിൻ്റെ അന്വേഷണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഇവിടുന്ന് മാറിയാലേ എല്ലാം കൂടെ ഭർത്തുഘാതി എന്ന് മുദ്ര കുത്തും. ഉയർന്ന റാങ്കിലുള്ള സത്യസന്ധനായ ഞങ്ങളുടെ സഹപാഠിയ കേസ് അന്വേഷിക്കുന്നത്. എനിക്കുറപ്പാ അയാൾ സത്യം കണ്ടെത്തും. പ്രിയരഞ്ജൻ ഒരശ്രീരി കേട്ടതുപോലെ. നിന്റെ അമ്മയ്ക്ക് കേസിൽ നിന്നും നിനക്ക് റൂബിയ ജോർജിൽ നിന്നും ഒളിച്ചാടാനാവില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ചെന്നൈക്ക് മടങ്ങി. ചിലതുണ്ട് ആഗ്രഹിച്ചാലും പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അന്നൊരു ദിവസം വൈകുന്നേരം ജ്യോതിലക്ഷ്മി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ശിഖ കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ല. ഖദീജുമ്മ എങ്ങോട്ടോ പോയിരിക്കുന്നു. കിഴക്കാറ്റിൽ മുറ്റത്ത് വന്നടിഞ്ഞ അഴുക്കും കരിയിലകളും തൂത്ത് വൃത്തിയാക്കുകയായിരുന്നു അവൾ. വലങ്കാറ്റിൻ്റെ മർമരവും എണ്ണമറ്റ കാട്ടുപക്ഷികളുടെ വൈകുന്നേരത്തെ തിരക്കിൻ്റെ ബഹളവും തെന്മല വനങ്ങളുടെ വിസ്മയ കാഴ്ചകളുമൊക്കെയായി സജീവമായ സായാഹ്നം. തെന്മലയ്ക്കൊരു സംഗീതമുണ്ട്. പുഴകളും തടാകങ്ങളും നീർത്തോടുകളുമെല്ലാം ഒരുമിച്ച് മൂളുന്ന ഒരസാധാരണ രാഗം. അവയ്ക്ക് തലകുലുക്കി താളമിടുന്ന തെന്മല വനങ്ങൾ. വിജയനാരായണൻ്റെ ഭാര്യ സുനന്ദയുടെ കാർ ഗേറ്റ് കടന്നു വന്നു. അവളോടൊപ്പം ഗൗരി ചേച്ചിയും ശിവനാരായണൻ്റെ ഭാര്യ നിഷയും പുറത്തേക്കിറങ്ങി. ആശങ്കയും ആശ്ചര്യവുമാണ് ജ്യോതിലക്ഷ്മിക്കുണ്ടായത്. വഷളായി കഴിഞ്ഞ ബന്ധങ്ങളിലെ ചങ്ങലക്കണ്ണികളാണ് തങ്ങൾ. അവരുടെ വരവും ആദ്യമായിട്ടാണ്. അകത്ത് കയറി സോഫയിൽ ഇരുന്നു കൊണ്ട് ഗൗരി ചേച്ചി പറഞ്ഞു, നല്ല ക്ഷീണമെടിയേ, സംഭാരമുണ്ടല്ലേട്. ഉറയൊഴിച്ചു വെച്ച തൈരുണ്ടായിരുന്നു. അത് മിക്സിയിലൊഴിച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കാന്താരി മുളകും ചേർത്തരച്ച് തണുത്ത വെള്ളം ചേർത്ത് ജ്യോതിലക്ഷ്മി കൊണ്ടുവന്നു. അത് കുടിച്ചിട്ട് ഗൗരി ചേച്ചി പറഞ്ഞു, വീട് കൊള്ളാം, സൗകര്യങ്ങളൊക്കെയുണ്ട്. എന്നാലും വാടക വീടല്ലോടിയേ. ഉടമസ്ഥ പറയുമ്പോൾ ഇറങ്ങിയില്ലേ പറ്റൂ. നിങ്ങളെപ്പോലെ സ്വന്തമായി നല്ല വീടൊക്കെ വെച്ച് സ്വസ്ഥമായി ജീവിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അർഹതപ്പെട്ടതുകൂടി കള്ളപ്രമാണമുണ്ടാക്കി അടിച്ചു മാറ്റിയിരിക്കുമല്ലേ. ഒരു വിധത്തിലും സമ്മതിക്കില്ലല്ലോ. അയ്യോടിയേ, അത് കള്ളപ്രമാണമൊന്നുമല്ല. ഞങ്ങളെല്ലാവരും രജിസ്റ്റർ കച്ചേരി ചെന്ന് ഒപ്പിട്ട് കൊടുത്തതാ. നിങ്ങൾ ഒപ്പിട്ടു, പക്ഷേ വിമലേട്ടൻ ഒപ്പിട്ടിട്ടില്ല. വിമലേട്ടൻ്റെ ഒപ്പ് ആധാരത്തിലുണ്ട് താനും. ആ, നമ്മളത് പറഞ്ഞ് തർക്കിക്കേണ്ട. അതെല്ലാം അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പിന്നെ പതിവില്ലാതെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയത് എന്താ? വഴക്കും വക്കോണമൊക്കെ അങ്ങ് നിർത്തുകൊച്ചേ. ഞങ്ങൾക്ക് ആർക്കും നിന്നോടൊരു ഈർഷ്യയുമില്ല. ചെന്തുരുണിയിലെ വസ്തു നീ അങ്ങ് വിട്ടുകളാം. അവിടെ റിസോർട്ട് പണിഞ്ഞോളാൻ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭദ്രേട്ടന് അനുവാദം കൊടുത്തതാ. തറപ്പണിക്കൊക്കെ ലക്ഷങ്ങൾ ചെലവിടുകയും ചെയ്തു. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്, വാശിയും എടുത്ത് നിൽക്കാതെ. ഗൗരി ചേച്ചി പറഞ്ഞു നിർത്തിയ ഉടനെ സുനന്ദ ഇടപെട്ടു. പകരം നീ ചോദിക്കുന്ന അത്രയും വസ്തു വാങ്ങിത്തരും. ഭദ്രൻ അളിയൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാം. നീറിൻ്റെ പോരാ. ഒന്ന് മനസ്സിൽ കണ്ടാൽ പിന്നെ അതിൽ കടിച്ചു തൂങ്ങും. കേസും വഴക്കുമായി ഇടങ്കോലിടാതെ നീയൊന്ന് സഹകരിക്കേ. നിഷ എണീറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. വാശിയും വഴക്കുമൊന്നും വേണ്ട ജ്യോതി. ചേച്ചിയും അണ്ണന്മാരും പറയുന്ന കേൾക്ക്. സഹോദരങ്ങൾ തമ്മിൽ എന്തിനാ തല തല്ലിക്കീറുന്നേ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചു വന്ന് പറയുന്നത്. എല്ലാം ക്ഷമയോടെ കേട്ടുകഴിഞ്ഞ് ജ്യോതിലക്ഷ്മി ചോദിച്ചു. ശരി, സമ്മതിച്ചു. ഭർത്താവിനെ കൊന്നവളെന്ന് എൻ്റെ പുറത്തിട്ട ദുഷ്പേര് കഴുകിക്കളയാൻ പറ്റുമോ? അയ്യോ, അതിന് നമുക്കാർക്കും ഒരു പങ്കുമില്ല കൊച്ചേ. ആരാണ്ട് ആക്ഷൻ കൗൺസിൽ കാരെന്നും പറഞ്ഞ് കുത്തിപ്പൊക്കിയതാ. ഗൗരി കൈമലർത്തി. കള്ളപ്രമാണത്തിൽ വിമലേട്ടൻ്റെ ഒപ്പിട്ടിരിക്കുന്ന ആരാന്നറിയണ്ടേ? രണ്ടിൽ കേസ് അന്വേഷണം നടക്കുകയല്ലേ. തെളിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ചെന്തുരുണിയിലെ വസ്തുവിൻ്റെ കാര്യമൊക്കെ. 3 പേരുടെയും മുഖങ്ങൾ വിവരണമായി. വല്ലായ്മ മറച്ചു പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. ഗൗരി നിരാശയോടെ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു വന്ന് പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന് കരുതി. നിങ്ങളൊന്നിച്ച് നിങ്ങളുടെ ആണുങ്ങളോട് പറഞ്ഞ പോരെ? നിമിഷ നേരം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? അവർ കാറിലേക്ക് കയറുമ്പോൾ ജ്യോതിലക്ഷ്മി പിന്നാലെ ചെന്നു. കണ്ണുകൾ തുളച്ച് മൂക്ക് പിഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഭർത്താവിനെ കൊന്നെന്ന് കള്ളപ്പരാതി കൊടുത്തവരോട് എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും ചേച്ചി? വിമലേട്ടൻ്റെ കള്ളയൊപ്പിട്ട് വ്യാജപ്രമാണം ഉണ്ടാക്കിയത് എനിക്കെങ്ങനെ പൊറുക്കാൻ പറ്റും ചേച്ചി? സുനന്ദ കാർ സ്റ്റാർട്ട് ചെയ്യവേ ജ്യോതിലക്ഷ്മി പറഞ്ഞു, മാനം മുട്ടയെ വളർന്ന് ഗർവോടെ നിൽക്കുന്ന ഒറ്റത്തെങ്ങ് കണ്ടിട്ടില്ലേ? ഒരു വെള്ളിടി മതി, മണ്ട കരിഞ്ഞു പോകും. എല്ലാവരും ഉള്ളുരുകി പ്രാർത്ഥിച്ചോ, ആർക്കും ഒരു ദോഷവും വരാതിരിക്കട്ടെ. ശിഖ കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വലിയ മാമിയും വലിയ മമ്മിമാരും വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് കണ്ടു. സന്തോഷത്തോടെ അവൾ ഓടി വന്നു. അവർ നമ്മളെ കാണാൻ വന്നല്ലോ അമ്മേ. നമ്മളോട് ശത്രുത ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ വന്നത്. അത് നല്ല കാര്യമല്ലേ? കുരുട്ടുബുദ്ധി നിനക്ക് മനസ്സിലാവത്തില്ല മോളെ. വ്യാജപ്രമാണ കേസ് ഇരിക്കപ്രതി ഇല്ലാണ്ടാക്കിയിരിക്കുക. അത് വകുപ്പ് വേറെയാ. പെട്ടേക്കുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ കാല് പിടിച്ച് നിരത്തിടാൻ പറ്റുമെന്ന് നോക്കാൻ വന്നതാ. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? പോസിറ്റീവാക്ക്. നിൻ്റെ പ്രായത്തിൽ അമ്മയും പോസിറ്റീവായിരുന്നു എല്ലാറ്റിലും. പക്ഷേ നമ്മളെത്ര സ്നേഹിച്ചാലും നമ്മളെ ചതിക്കുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന ചിലരുണ്ട്. അതനുഭവിക്കുന്നവരെ എങ്ങനെ പോസിറ്റീവാകും? ശിഖ തർക്കിക്കാൻ നിൽക്കാതെ മുറിക്കുള്ളിലേക്ക് പോയി. ചെന്നൈയിൽ മടങ്ങിയെത്തി 4-5 ദിവസം കഴിഞ്ഞതോടെ പ്രിയരഞ്ജന് അസ്വസ്ഥത തുടങ്ങി. ദിവസവും കുറഞ്ഞത് ഒരു കോളും 100 വാട്സപ്പ് മെസ്സേജുകളും റൂബിയിൽ നിന്നും ലഭിച്ചിരുന്നു. 4-5 ദിവസമായി ഒരു ഹൈ പോലും അവളിൽ നിന്ന് വന്നിട്ടില്ല. റൂബി ആഗ്രഹിച്ച ഉത്തരം നൽകാനാവാതെ താൻ
ഇറങ്ങിപ്പോരുന്നത് അവളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം. അവളെ നിരുത്സാഹപ്പെടുത്തിയതും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ഇഷ്ടത്തോടെയായിരുന്നില്ല. അവളുടെ മൗനം ഓരോ ദിവസം കഴിയുന്തോറും അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. കോളേജിൽ വച്ചുണ്ടായിരുന്ന പ്രണയം ഇരട്ടിയായി മടങ്ങി വന്നതുപോലെ വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയിട്ടും റൂബിയയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞതോടെ പ്രിയരഞ്ജന് നിലതെറ്റി. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ഇരട്ടി ശക്തി പ്രാപിക്കുന്നതാണ് പ്രണയം. അന്ന് രാത്രി പ്രിയരഞ്ജൻ അവളെ വിളിച്ചു. റൂബിയ ഫോൺ എടുത്തയുടനെ ഒരു ഹലോ പോലും പറയാതെ അവൻ മൂളി. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ, അവ ചോദിച്ചു. എന്നോട് പിണങ്ങിയോ? എന്തിന്? എന്നോട് 1000 തവണ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടും ഒരക്ഷരം മറുപടി പറയാതെ കാമ്പസിൽ നിന്നിറങ്ങിപ്പോയവളാ ഞാൻ. എന്നിട്ടും പ്രിയൻ എന്നോട് പിണങ്ങിയില്ലല്ലോ. ഞാനും പ്രിയനോട് പിണങ്ങത്തില്ല ഒരിക്കലും. ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം റൂബിയ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാനും നിരസിക്കാനും കഴിയാതെ പോയി. എന്ത് തീരുമാനമെടുക്കാനും പ്രിയന് അവകാശമുണ്ട്. പക്ഷേ എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. അവൻ മറുപടി പറയും മുമ്പേ അവളുടെ ഫോണിൽ മറ്റൊരു കോളിൻ്റെ റിങ് കേട്ടു. ഉടനെ റൂബിയ പറഞ്ഞു. ഓ, പ്രിയൻ്റെ അമ്മയുടെ കോൾ വരുന്നുണ്ട്. എന്തായാലും അത്യാവശ്യമാവൂ, എടുത്തോട്ടെ? ഓക്കെ, പൊങ്കലിന് ഒരാഴ്ചത്തെ അവധിയുണ്ട്. ഞാൻ വരുന്നുണ്ട്, അപ്പോൾ കാണാം. സമ്മതിച്ചുകൊണ്ട് റൂബിയ ജ്യോതിലക്ഷ്മിയുടെ കോൾ എടുത്തു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഒരു ടാക്സിയിൽ ജ്യോതിലക്ഷ്മി പുനലൂരിലെത്തുമ്പോൾ അഡ്വക്കേറ്റ് റൂബിയ ജോർജ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും ASP സോജൻ റോയിയുടെ ഓഫീസിലെത്തി. സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്രയും ടീമംഗം ഷാജിർ ഖാനും അവിടെ ഉണ്ടായിരുന്നു. സോജൻ റോയി അവരോട് ഇരിക്കാൻ പറഞ്ഞു. മുഖവരിയൊന്നും കൂടാതെ അയാൾ പറഞ്ഞു. ബൈക്ക് ആക്സിഡന്റ് പുനരന്വേഷണ കേസിലും വ്യാജ പ്രമാണ കേസിലും കാര്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതൊന്ന് ബ്രീഫ് ചെയ്യാനാണ് വിളിച്ചത്. ഈ ഘട്ടത്തിൽ ഒന്നും പുറത്തു പോകരുത്. നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മാത്രം മതി. ഉവ്വ് സാർ. വിമൽ നാരായണൻ്റെ ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട സ്പോട്ടിൽ നിന്നും ഒടിഞ്ഞ ഒരു സൈഡ് വ്യൂ മിറർ കിട്ടിയിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒരു കൗതുകത്തിന് വേണ്ടി ഞങ്ങളതിൻ്റെ പിന്നാലെ പോയി. ഒരുപാട് അന്വേഷിക്കേണ്ടി വന്നു, ബുദ്ധിമുട്ടേണ്ടി വന്നു. പാർട്സ് നമ്പറൊക്കെ വെച്ചുകൊണ്ട് അതൊരു ഇമ്പോർട്ടഡ് മിറ്റ്സുബിഷി പജീറോ വാനിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഈ പ്രദേശങ്ങളിലെ എല്ലാ RTOകളിലും അന്വേഷിച്ചു. ഇറക്കുമതി ചെയ്ത പജീറോ വളരെ പരിമിതമായിരുന്നുകൊണ്ട് കുറച്ച് എളുപ്പമായി. മധുര ആൻറ്റി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു റെൻ്റ് എ കാർ കമ്പനിയുടെ വാഹനമായിരുന്നു അത്. പ്രഫുൽ ചന്ദ്രനും ഷാജിർ ഖാനും ആ റെൻ്റ് എ കാർ ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ തെന്മലയ്ക്കടുത്ത് പാണ്ഡവൻ പാറയിലുള്ള ഒരാൾ റെൻറ്റിനെടുത്തിരുന്നതായി കണ്ടെത്തി. റെൻറ്റിനെടുത്തിരുന്നയാളെപ്പറ്റി അന്വേഷിച്ചപ്പോഴല്ലേ ട്വിസ്റ്റ്. എവിടെയോ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിക്കാരൻ. ഇത്രയും വലിയ റെൻറ്റുള്ള ഒരു ലക്ഷറി കാർ എടുക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയും? അയാൾക്കതിൻ്റെ ആവശ്യമെന്താ? അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം അവൻ ബിനാമിയാണോന്ന്. ഞങ്ങൾ അവനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. വൈകാതെ കസ്റ്റഡിയിലെടുക്കും. അപ്പോൾ കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും. ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിടാനുള്ള ഫയലുകളുമായി വന്നു. അതെല്ലാം സസൂക്ഷ്മം വായിച്ചു നോക്കി ഒപ്പിട്ട ശേഷം ASP സോജൻ റോയ് തുടർന്നു. വ്യാജപ്രമാണ കേസ് അന്വേഷിക്കുന്നത് നിങ്ങളുടെ SHOയാണ്. അടുത്ത ബന്ധുക്കളുടെ ഒപ്പുകളും കൈയക്ഷരവും മറ്റും ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതല്ലാതെ ഫിറോസ് താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുക. ഫിറോസ് ഹുസൈനും ലിസ്റ്റിലുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയെങ്കിൽ പുതിയ SHO വൈകാതെ വന്നേക്കും. എന്നിട്ട് എന്തെങ്കിലും കാര്യമായ അന്വേഷണം നടക്കൂ. നന്ദി പറഞ്ഞുകൊണ്ട് ജ്യോതിലക്ഷ്മി റൂബിയ ജോർജ് എഴുന്നേറ്റു. അവർ പോയി കഴിഞ്ഞപ്പോൾ സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്ര പറഞ്ഞു. സാർ ഉദ്ദേശിക്കുന്നത് പോലെ ഫിറോസ് സാറിൻ്റെ ട്രാൻസ്ഫർ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമഭദ്രൻ്റെ നേതൃത്വത്തിലൊരു ശക്തമായ ലോബി ചരട് വലിക്കുന്നുണ്ട്. എനിക്കറിയാം. റേഞ്ച് IG കട്ടയ്ക്ക DGPയുടെ പിന്തുണയുമുണ്ട്. ഇയാളെ കൊണ്ടുള്ള പരാതികൾ കാരണം ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായെന്ന് അരവിന്ദ് സാർ പറഞ്ഞത്. അയാൾ ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ ജ്യോതിലക്ഷ്മിയുടെ കഷ്ടകാലം. ഒരു SHO മനഃപൂർവ്വം വിചാരിച്ച എന്തെല്ലാം കുരുക്കുകൾ ഉണ്ടാക്കാൻ കഴിയും. മറിഞ്ഞു വീണത് തള്ളിയിട്ടതാക്കാം. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തത് കൊലപാതകമാക്കാം. കുത്തിക്കൊന്നത് കുറ്റി വീണ് ചത്തതാക്കാം. എന്നിട്ട് അവസാന കാലത്ത് തളർന്നൊരു കിടപ്പുണ്ട്. ചെയ്തു കൂട്ടിയ പാവഭാരം താങ്ങാനാവാതെ അലറി വിളിച്ചുകൊണ്ട് കിടക്കും. പുഴുത്തു നാറി തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ നീണ്ട കിടപ്പ് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. പ്രഫുൽ ചന്ദ്രയും ഷാജിർ ഖാനും അത് അംഗീകരിച്ചുകൊണ്ട് ചിരിച്ചു. തിരക്കൊഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് റൂബിയ ജോർജ് പ്രിയരഞ്ജനെ വിളിച്ചു. സോജൻ റോയി പറഞ്ഞ കാര്യങ്ങൾ അവനുമായി പങ്കുവച്ചു. പിന്നീട് ചോദിച്ചു. കേസൊക്കെ മതിയാക്കി ചെന്നൈ പോയി സെറ്റിൽ ചെയ്യാമെന്ന് പ്രിയൻ അമ്മയെ നിർബന്ധിച്ചെന്ന് കേട്ടു. ഭദ്രമാമൻ ഈ സ്ട്രോങ്. ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ല. വലിയച്ഛന്മാരെല്ലാം പുള്ളിയുടെ കൂടെ ഉണ്ട്. മസിൽ പവറും പണി പവറുമുണ്ട്. പിന്നെന്തിനാ പോലീസും കോടതിയുമൊക്കെ കയറിയിറങ്ങി നാണം കിടന്നത്? മനസ്സമാധാനവും ഇല്ലാണ്ടാവും. പാമ്പുകൾ സ്വന്തമായി മാളം കുഴിക്കാറില്ല. മറ്റു ജീവികൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന മാളങ്ങൾ കയ്യേറുകയേ ഉള്ളൂ. കഴുത്തുരുട്ടിലെ ലുട്ടുലുടുക്ക് കോൺക്രീറ്റ് പണികളുമായി നടന്നിരുന്ന രാമഭദ്രനെ ഇന്നത്തെ നിലയിലെത്തിച്ചത് നിങ്ങളുടെ വല്യച്ഛൻ നാരായണൻ മുതലാളിയാണ്. നാരായണൻ മുതലാളി ഉണ്ടാക്കിയ എല്ലാ മാളങ്ങളും കൈയെടുക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങേരിപ്പോൾ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണോ? അമ്മയ്ക്ക് അഗ്നിശുദ്ധി വരുത്തണ്ടേ? കുറ്റാരോപിതയല്ലേ? തോറ്റോടിയെന്ന് പറയിപ്പിക്കരുത്. ഇല്ല, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മക്കൾ കൂടെ ഉണ്ട്. വെരി ഗുഡ്. എ ബിഗ് ക്ലാപ്പ്. പിന്നെ
പൊങ്കലിൻ്റെ അവധിക്ക് വരുമ്പോൾ എന്താ പരിപാടി? ഒരു ദിവസം മുഴുവൻ അമ്മയോടൊപ്പം ഒരു ഔട്ടിങ്. അമ്മയെ ഒന്ന് ഫ്രഷ് ആക്കണം. ഗ്രേറ്റ്, വെരി ഗുഡ് ഐഡിയ. കേസും പരാതിയും കേട്ട് കേട്ട് ഞാനും അടുത്തു. എനിക്കും ഒന്ന് ഫ്രഷ് ആക്കണം. എന്നെ കൂടെ കൂട്ടണേ. പരിഗണിക്കാം. പ്രിയരഞ്ജൻ പൊട്ടിച്ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ ഒഴിവുള്ള നേരം പ്രിയരഞ്ജൻ അമ്മയെ വിളിച്ചു. പൊങ്കലിൻ്റെ അവധിക്ക് വരുമ്പോൾ ഒരു ദിവസം ഔട്ടിങ്ങിന് പോകണമെന്ന് അമ്മയോട് പറഞ്ഞു. തെന്മല ഇക്കോ ടൂറിസം തൊട്ടടുത്താണെങ്കിലും ഇതുവരെ എല്ലായിടവും കണ്ടിട്ടില്ല. ഒരു ദിവസം അവിടെയാകാം. ജ്യോതിലക്ഷ്മി സമ്മതിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ തുടർച്ചയായി കോളിംഗ് ബെല്ലടിച്ചു. ആരോ വന്നിട്ടുണ്ടെന്നും പിന്നീട് തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് ജ്യോതിലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. വേഗം ചെന്നു കതക് തുറന്നു. ആദ്യം കണ്ടത് മുറ്റത്ത് കിടക്കുന്ന ബെൻസ് കാറായിരുന്നു, രാമഭദ്രൻ്റെ കാർ. തുടർച്ചയായി ബെല്ലടിച്ചത് അയാളുടെ ഡ്രൈവർ മത്തായി ആയിരുന്നു. അവൾ കതക് തുറന്നുടനെ കാറിൻ്റെ ഡോർ തുറന്ന് രാമഭദ്രൻ പുറത്തിറങ്ങി. അയാൾ തിണ്ണയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ചെറിയ സംരംഭം അവളുടെ മുഖത്ത് വിടർന്നു. കതക് വലിച്ചടക്കണമെന്ന് ആദ്യം അവൾക്ക് തോന്നിയത്. ശത്രുവാണെങ്കിലും അളിയനാണല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് തോന്നി. എന്ത് വേണമെന്ന് അവൾ തുറച്ചു നോക്കുമ്പോൾ ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി അയാൾ അകത്തേക്ക് കടന്നു. വേനൽ കഴിഞ്ഞു വന്ന തകർപ്പൻ മഴയിൽ പരപ്പാറിലെ തടാകങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. അവൾക്ക് പുഷ്ടിവെച്ച മദാലസയുടെ മാദകഭാവം. ഓളങ്ങൾ തുള്ളിത്തുളുമ്പി കരകളെ പുണരുകയാണ്. ജ്യോതിലക്ഷ്മി ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ രാമഭദ്രൻ കയറി വന്നപ്പോൾ അവൾ കടുത്ത ഭയത്തിൽ അമർന്നു. അവളുടെ മുഖം കറുത്തു. രോഷത്തോടെ ചോദിച്ചു, എന്തു വേണം? ജ്യോതി, നീ ഇങ്ങനെ ഈറ്റപ്പുലിയെ പോലെ ചാടിക്കിടക്കാൻ നിൽക്കാതെ. ഞാൻ നിങ്ങളുടെ മൂത്ത അളിയനല്ലയോ? അകത്ത് കയറി ഒന്നിരിക്കാനെങ്കിലും പറ. അവൾ പറയുന്നതിന് മുമ്പേ തുറന്നു പിടിച്ച വാതിലിലൂടെ അയാൾ അകത്തേക്ക് തള്ളിക്കയറി സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. അവൾ ഞെട്ടലോടെ പിറകോട്ട് മാറി. കുടുംബത്തിൽ നിന്നൊരാൾ വീട്ടിൽ കയറി വന്നിട്ട് ആട്ടിപ്പായിക്കുന്നതെങ്ങനെ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ ജ്യോതി. കുടുംബക്കാരുടെ തമ്മിലടി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? ഇനി നമ്മൾ തമ്മിൽ പറയാനൊന്നുമില്ല. പറയേണ്ടതെല്ലാം ഒരുപാട് തവണ കാല് പിടിച്ച് പറഞ്ഞതാ. ഇനി കോടതി പറഞ്ഞോളൂ. രാമഭദ്രൻ രൂക്ഷമായി അവളെ നോക്കി. അടുത്ത നിമിഷം അത് മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു. ക്ഷീണിച്ച് കയറി വന്നതല്ലേ, ഒരു ഗ്ലാസ് വെള്ളമേലുത്താ. ജ്യോതിലക്ഷ്മി അടുക്കളയിലേക്ക് കയറിയപ്പോൾ അയാൾ പുറത്തുനിന്ന മത്തായിയെ കണ്ണു കാണിച്ചു. അയാൾ അരയിൽ സൂക്ഷിച്ചിരുന്ന പൈൻ്റ് കുപ്പി എടുത്തു കൊടുത്തു. ജ്യോതിലക്ഷ്മി കൊണ്ടുവന്ന പകുതി ഗ്ലാസ് വെള്ളം വലിച്ചു കുടിച്ചിട്ട് രാമഭദ്രൻ കുപ്പി തുറന്ന് അതിലേക്ക് മദ്യം പകർന്നു. പറ്റില്ല, ഇവിടെ നിന്ന് മദ്യപിക്കാൻ പറ്റില്ല. അവൾ ചാടി വീണു. എൻ്റെ ജ്യോതി, ആര് മദ്യപിക്കുന്നു? എണീറ്റപ്പം മുതലുള്ള അലച്ചില. എന്താ ക്ഷീണം? ക്ഷീണം മാറ്റാൻ ഒരു തുള്ളി ഒഴിച്ചേയുള്ളൂ. അവളുടെ പ്രതിഷേധം വകവയ്ക്കാതെ അയാൾ കുറച്ചുകൂടി മദ്യം പകർന്നു വലിച്ചു കുടിച്ചു. അതിരൂക്ഷമായി അവൾ ചോദിച്ചു, എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം? തെളിച്ചു പറ. കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. മരിച്ചുപോയ നാരായണൻ മുതലാളിക്കും എൻ്റെ കുഞ്ഞളിയും വിമലിനും നാണക്കേടുണ്ടാക്കരുത്. പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ലല്ലോ. എന്നെ ഭർത്താവിനെ കൊന്നവളാക്കി. പറഞ്ഞാൽ തീരുമോ? കള്ളപ്രമാണമുണ്ടാക്കി ആൾമാറാട്ടം നടത്തി ആരോ വിമലേട്ടൻ്റെ കള്ളയൊപ്പിട്ടു. പറഞ്ഞാൽ തീരുമോ? അതുകൊണ്ട് അളിയനിപ്പം പോയാട്ട്. എനിക്കൊന്നും പറയാനില്ല. രാമഭദ്രൻ സ്വരം കടുപ്പിച്ചു. ശെന്തുർണിയിലെ വസ്തു കണ്ടോണ്ട് നീയും മക്കളും പനിക്കണ്ട. ഞങ്ങളവിടെ പലതും പ്ലാൻ കണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞു. വിമലണീനെ പിതൃസ്വത്തിൽ അവകാശമില്ലെന്ന് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലതവണ നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ലയോ? അത് കിട്ടാൻ പോണില്ല. പക്ഷേ ഞങ്ങൾ കണ്ണിച്ചോര ഇല്ലാത്തവരൊന്നുമല്ല. കണ്ണായ സ്ഥലത്ത് തന്നെ പകരം സ്വത്ത് വാങ്ങിത്തരും. എനിക്കൊന്നും പറയാനില്ല. ഇനി പറയാനുള്ളത് നമുക്ക് കോടതി പറയാം. കോടതി തീരുമാനിക്കട്ടെ. അളിയൻ പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ എനിക്ക് ഇറക്കി വിടേണ്ടി വരും. രാമഭദ്രൻ മട്ടുമാറി. ക്രുദ്ധനായി ചാടിയെന്നിട്ട് അവളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി. എന്നെ ഇറക്കിവിടാൻ നീ ആരാടി? അഹങ്കാരി. കാല് പിടിക്കാനൊന്നും വന്നതല്ലടി ഞാൻ. അതുകൊണ്ട് തോളേക്കാറാൻ വരണ്ട. നീയും മക്കളും നല്ലോണം അനുഭവിക്കേണ്ടി വരും, ഓർത്തോ. അയാൾ മുന്നോട്ട് നടന്നപ്പോൾ അവൾ ഭയന്ന് പിന്നോക്കം മാറി. ഭിത്തിയിൽ തടഞ്ഞു നിന്നപ്പോൾ അയാൾ ചേർന്ന് നിന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധ മൂക്കിലേക്ക് കയറിയപ്പോൾ അവൾ വെറുപ്പോടെ മൂക്ക് പൊത്തി. എട്ടുകാലിയുടെ ധാരണ താൻ കെട്ടിയ വല ഇരുമ്പുകോട്ടയാണെന്ന. കൈയൊന്ന് വീശിയാൽ മതി, അത് പൊട്ടിച്ചിതറി അപ്രത്യക്ഷമാവും. പിന്നെ നൂല് പോലും ബാക്കി കാണില്ല. എൻ്റെ അളിയൻ്റെ പെമ്പ്രോത്തിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. രാമഭദ്രൻ പല്ലിനിരിച്ചുകൊണ്ട് അവളുടെ നഗ്നമായ തോളത്ത് കൈവച്ചു. ജ്യോതിലക്ഷ്മിയിൽ നിന്ന് ഉയർന്നത് ഒരു ഗർജനമായിരുന്നു. ഫാ, ചെത്തരം കാണിക്കുന്നോ? തൊട്ടുപോകരുതെന്നെ. നീ അങ്ങടങ്ങ് ജ്യോതി. നിനക്കിപ്പോഴും ചെറുപ്പമാ. എന്തിനാ ഈ സുന്ദരമായ ശരീരം പാഴാക്കി കളയണേ? ബഹളം തൊട്ടപ്പുറത്തുള്ള ഖദീജമ്മ കേട്ടു. അവർക്ക് പന്തിക്കേട് തോന്നി. ഖദീജമ്മ ഓടിക്കത ചെത്തി. പക്ഷേ ആജാനുബാഹുവായി വഴി നിറഞ്ഞു നിന്ന ഡ്രൈവർ മത്തായി അവരെ തടഞ്ഞു. രാമഭദ്രൻ്റെ വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്നില്ല മത്തായി, ബോഡി ഗാർഡ് കൂടിയായിരുന്നു. പുനരന്വേഷണ പരാതിയിൽ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഒപ്പിട്ടിരുന്നതും മത്തായി ആയിരുന്നു. അവർ തമ്മിലുള്ള വാഗ്വാദം അകത്തുനിന്ന് രാമഭദ്രൻ കേട്ടു. ആൾ സാന്നിധ്യം മനസ്സിലാക്കിയതോടെ അയാൾ വേഗം വെളിയിലിറങ്ങി കാറിൽ കയറി സ്ഥലം വിട്ടു. ഖദീജമ്മ ഓടി അകത്ത് ചെന്നപ്പോൾ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ട് ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ മോളെ? ആ സൈതന്മാർ മോളെന്തെങ്കിലും ചെയ്തോ? ഇല്ലുമ്മ, അത്രയ്ക്കങ്ങ് ധൈര്യമൊന്നും അവർക്കില്ല. ഹെഡ് റബ്ബേ, പടച്ചോൻ കാത്തൂലോ. അവൾ തലയാട്ടി. വൈകിട്ട് ശിഖ കോളേജിൽ നിന്ന് മടങ്ങി വന്ന ശേഷമാണ് ഖദീജമ്മ പോയത്. നടന്നതൊന്നും ശിഖയോട് പറഞ്ഞില്ല. ജ്യോതിലക്ഷ്മി ഒരുപാട് ആലോചിച്ചു.
ഈ അതിക്രമത്തിനെതിരെ പ്രതികരിക്കണോ? ഇത് കടന്നുകയറ്റമാണ്. ഒരുപാട് വഴികളുണ്ട്. നിയമത്തിൻ്റെ വഴി. ഗൗരിയൊക്കെയെ വിളിച്ച് പറയാം. റൂബിയെയോ സോജൻ റോയിയെയോ വിളിച്ച് ഉപദേശം തരാം. ഒടുവിൽ ഒന്നും വേണ്ടെന്ന് വെച്ചു. ഒന്നുമില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയക്കാർ വളഞ്ഞിട്ട് പൊങ്കാലയിടുന്ന കാലമാണ്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതി, 4 പാടിൽ നിന്നും കൊത്തിപ്പറിക്കും. കത്തിക്കൊണ്ട് മുറിയുന്നിടം ആരും മാന്തി പൊളിക്കാറില്ല. മരുന്ന് വെച്ച് ഭേദമാക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഒരു ദുസ്വപ്നം പോലെ അവളത് മറക്കാൻ ശ്രമിച്ചു. അഡ്വക്കേറ്റ് റൂബിയ ജോർജ് കോടതി ജോലികളെല്ലാം പൂർത്തിയാക്കി ഇടമണലിലെ വീട്ടിലെത്തുമ്പോൾ സന്ധ്യയാവും. വക്കീലായി എൻറോൾ ചെയ്തപ്പോൾ അപ്പച്ചൻ സ്വന്തമായൊരു മാരുതി സ്വിഫ്റ്റ് കാർ വാങ്ങിക്കൊടുത്തു. അതിലാണ് യാത്ര. അന്നവൾ മടങ്ങിയെത്തുമ്പോൾ പതിവില്ലാതെ ജോർജ് കുട്ടി മകളൊത്ത് ഉമ്മറത്തെ ചാരുകസേരയിൽ കിടപ്പുണ്ടായിരുന്നു. റൂബിയ കാർ പാർക്ക് ചെയ്തിട്ട് തിണ്ണയിലേക്ക് കയറിയ ഉടനെ യാതൊരു മുഖവുരയുമില്ലാതെ ജോർജ് കുട്ടി ആവശ്യപ്പെട്ടു. എടി കൊച്ചേ, നീ ആ രാമഭദ്രൻ കോൺട്രാക്ടറിനെതിരെയുള്ള കേസങ്ങ് വിടണം. വലിയ വക്കീലിൻ്റെ വക്കാലത്തും അങ്ങ് ഒഴിവാക്കിപ്പിക്കണം. അപ്രതീക്ഷിതമായി ഷോക്കടിയേറ്റതുപോലെ റൂബിയ ചോദിച്ചു. അപ്പച്ചൻ എന്തായി പറയണേ? അയാൾ ഇവിടെ വന്നായിരുന്നു. അയാളുടെ അമ്മായച്ചൻ നാരായണൻ കോൺട്രാക്ടറും എൻ്റെ അപ്പൻ ഉറുക്കുന്ന മാത്തുണ്ണിയുമൊക്കെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഒരു വീട് പോലെ കഴിഞ്ഞോരാ. അതുകൊണ്ട് നീ ഈ വക്കാലത്ത് അങ്ങ് വിട്ടേക്ക്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേറെ കേസുണ്ടല്ലോ. പറ്റില്ല അപ്പച്ച, റൂബിയ അറുത്തുമുറിച്ച് പറഞ്ഞതോടെ ക്ഷിപ്രകോപിയായ ജോർജ് കുട്ടി ചാടി എണീറ്റു. അങ്ങേരാരാന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരെ കയറിച്ചെല്ലാം. വലിയ വലിയ പോലീസ് ഏമന്മാരൊക്കെ അങ്ങേരുടെ കക്ഷത്താ. വലിയ വാശിക്കാരനുമാ. നീറിനെ പോലാ. കടിച്ചാൽ പിന്നെ വിടൂല. അതുക്കും മേലെ പരോപകാരിയുമാ. നമ്മുടെ ഉറുക്കുന്നേലെ പുറമ്പോക്കൊക്കെ പതിപ്പിച്ചെടുത്ത അയാളുടെ സ്വാധീനം കൊണ്ടാ. അതിന് കീറി കണക്ക് പറഞ്ഞ് വാങ്ങിയില്ലേ? അതെങ്ങനെ പരോപകാരമാകും? നീ എന്നോട് ധിക്കാരം പറയാൻ വളർന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് ജോർജ് കുട്ടി അവളെ തല്ലാൻ കൈ ഉയർത്തി. ഭർത്താവിൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്ന അപ്പന്നമ്മ ഇടയിൽ ചാടി വീണ് തടഞ്ഞു. റൂബിയ പരിഹസിച്ചു. അപ്പച്ചൻ ഇപ്പോഴും മാടമ്പിയെ പോലെ പെരുമാറുന്നത്. അതേടി, ഞാൻ മാടമ്പിയാ. മാടമ്പിമാരുടെ കുടുംബത്തിൽ പിറന്ന ഒന്നാന്തരം മാടമ്പി തന്നെയാ. എന്നോട് തട്ടിക്കയറുന്നത് എന്തിനാ? കേസ് നടത്തുന്ന ഞാനല്ലല്ലോ, മാലൂർ ഗോപിനാഥപിള്ള വക്കീല. വക്കാലത്ത് ഒഴിയണമെന്ന് അങ്ങോരോട് ചെന്ന് പറയാൻ അപ്പച്ചന് ധൈര്യമുണ്ടോ? എന്നാൽ പോയി പറ. ജോർജ് കുട്ടി കലിത്തുള്ളിക്കൊണ്ട് കസേരയിൽ പോയി കിടന്നു. റൂബിയ തർപ്പിച്ചു പറഞ്ഞു. കോളേജിലെൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കുടുംബത്തെയാ സഹോദരങ്ങളെല്ലാം ചേർന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ച് കേസേൽപ്പിച്ചിരിക്കുന്ന അവരെ വഞ്ചിക്കത്തില്ല. അതിന് കൂട്ടു നിൽക്കത്തുമില്ല. റൂബിയ മുറിയിലേക്ക് ഓടിപ്പോയി. കുളിയും ചായക്കുളിയുമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായപ്പോൾ റൂബിയ മൊബൈലെടുത്ത് പ്രിയരഞ്ജനെ വിളിച്ചു. വക്കീലിൻ്റെ വീട്ടിലും നിങ്ങളെ ഭദ്രൻ മാമൻ വലയെറിഞ്ഞു. വക്കാലത്തൊഴിയാനാ അപ്പച്ചൻ്റെ ഉത്തരവ്. അതെയോ? നിൻ്റെ അപ്പച്ചന് ഇതിലിത്ര താല്പര്യമെന്താ? നാട്ടുപ്രമാണിയും മാടമ്പിയുമൊക്കെയല്ലോ. അതുകൊണ്ട് നാട്ടിലെ കാശുകാരായിട്ടുമൊക്കെ അടുപ്പമുണ്ടാകുമല്ലോ. പറ്റില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. വെട്ടിയിട്ടാ തുടിക്കുന്ന പ്രകൃതമാ മഹാമൊരടൻ. ഞങ്ങൾ താമസിക്കുന്ന ഇടമണിയിലാണേലും ജനിച്ചത് ഉറുക്കുന്നിലായതുകൊണ്ട് ഉറുക്കുന്ന ജോർജ് കുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനും മടിക്കാത്ത പ്രകൃതമായതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുക്കെ പേടിയാ. കാട് വെട്ടിപ്പിടിച്ചും പുറമ്പോക്ക് പതിപ്പിച്ചെടുത്തും ഇഷ്ടം പോലെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്. പേടിക്കണം. ആളൊരു ചീറ്റയാണല്ലേ? പ്രിയരഞ്ജൻ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ റൂബിയ കോടതിയിലേക്ക് പോയ ഉടനെ ജോർജ് കുട്ടി മൂത്ത മക്കളായ പൊന്നച്ചനെയും തങ്കച്ചനെയും അടുത്ത് വിളിച്ചു. ഭദ്രൻ കോൺട്രാക്ടറിനെതിരെ കേസ് നടത്തുന്ന റൂബിയയുടെ കൂടെ പഠിച്ച ഒരു ചെക്കനും തള്ളയും ചേർന്ന ഇന്നലെ അവളും അത് പറഞ്ഞു. എന്തോ വശപ്പശ കൊണ്ട്. ഇല്ലെങ്കിൽ അവൾ ഇത്രയും മസിൽ പിടിക്കത്തില്ല. ഇനി അവിടെ മേലൊരു കണ്ണു വേണം. ഓ, 2 പേരും തലയാട്ടി. ജിമ്മിൽ പോയി എപ്പോഴും മസിൽ പെരുപ്പിച്ച് നടക്കുന്നതുകൊണ്ട് നാട്ടുകാർ ഊക്കൻ പൊന്നച്ചൻ എന്നാണ് വിളിക്കുന്നത്. കൂടെ കൂടെ ചുരുട്ട് വലിക്കുന്നതുകൊണ്ട് ചുരുട്ട് തങ്കച്ചനെന്നും പേരിട്ടു. അവർക്കൊരു ജിപ്സി ജീപ്പുണ്ട്. അതിൽ എയർ ഗണ്ണും വെച്ച് എസ്റ്റേറ്റിലും പറമ്പുകളിലും ടൗണുകളിലുമായി അവരിങ്ങനെ കറങ്ങി നടക്കും. എല്ലാ ചട്ടമ്പിത്തരങ്ങളും കയ്യിലുണ്ട്. അതുകൊണ്ട് അപ്പച്ചനെ പോലെ മക്കളെ നാട്ടുകാർക്ക് ഭയമാണ്. രാമഭദ്രനെതിരെയുള്ള കേസിൻ്റെ വക്കാലത്തൊഴിയാൻ തൻ്റെ അപ്പച്ചൻ്റെ സമ്മർദ്ദമുണ്ടെന്ന കാര്യം റൂബിയ സീനിയർ വക്കീലും തൻ്റെ ബോസുമായ അഡ്വക്കേറ്റ് മാലൂർ ഗോപിനാഥപിള്ളയെ അറിയിച്ചു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. അത് ശരി, ജോർജ് കുട്ടി എന്നോട് വന്ന് നേരിട്ട് പറയട്ടെ, മറുപടി ഞാൻ കൊടുത്തോളാം. അതിന് അപ്പച്ചൻ വരികയില്ലെന്ന് റൂബിക്ക് ഉറപ്പുണ്ടായിരുന്നു. ക്യാബിനിൽ നിന്ന് പുറത്തു വന്ന റൂബിയ തനിക്ക് കിട്ടിയ മറ്റൊരു പ്രധാന വിവരം അപ്പോൾ തന്നെ ASP സോജൻ റോയിയെ വിളിച്ചറിയിച്ചു. സാർ, ബൈക്ക് ആക്സിഡൻ്റ് പുനരന്വേഷണ കേസ് SHO ഫിറോസ് ഹുസൈൻ്റെ അടുത്തെത്തില്ലെന്ന് ഉറപ്പായല്ലോ. അതുകൊണ്ടാണ് കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പേ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ കേസിൽ ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ, പാണ്ഡവൻ പാറയിൽ നിന്നും പജീറോ വാൻ വാടകയ്ക്കെടുത്തിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതൊരു അത്തപ്പാടി. അയാളല്ല എടുത്തത്. അയാളുടെ പേരും ആധാറിൻ്റെ കോപ്പിയുമൊക്കെ കൊടുത്ത് എടുത്തതേയുള്ളൂ. പക്ഷേ അയാളിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അപകടകാരിയായ ഒരു കൊമ്പൻ, തമിഴ്നാട്ടിലെ കുപ്രസിദ്ധനായ ഒരു ഡോൺ. അവൻ്റെ മടയിൽ കയറി പൊക്കാൻ ബുദ്ധിമുട്ടാ. പൊക്കാതെ പറ്റത്തുമില്ല. ഞങ്ങളുടേതായ വഴികൾ നോക്കുന്നുണ്ട്. പക്ഷേ സാർ, അതും ഈ കേസും തമ്മിൽ
തൽക്കാലം ഒരു ബന്ധവുമില്ല. സാഹചര്യങ്ങൾ നൽകുന്ന ചില സൂചനകളുണ്ട്. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടെന്നും വിശദമായ പുനരന്വേഷണത്തിന് അനുമതി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരുന്നു. കോടതി അത് അനുവദിച്ചേക്കും. ഈ ഘട്ടത്തിൽ കേസ് പിൻവലിക്കാൻ കോടതി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് റൂബിയ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒരു പാവപ്പെട്ട സ്ത്രീയെ സംശയത്തിൻ്റെ ഇരുട്ടത്ത് നിർത്തിയിട്ട് കേസ് പിൻവലിച്ച് പൊടിയും തട്ടിപ്പോകാൻ ഞങ്ങളും സമ്മതിക്കില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടാവും. ഒബ്ജക്ഷൻ പെറ്റീഷനോടൊപ്പം ഞങ്ങളുടെ ഫൈൻഡിങ്സ് എല്ലാം സീൽഡ് കവറിലാക്കി സബ്മിറ്റ് ചെയ്യാം. നന്ദി പറഞ്ഞുകൊണ്ട് റൂബിയ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ജ്യോതിലക്ഷ്മിയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്ത് വില കൊടുത്തും അത് തടയണം. എനിക്ക് നിരപരാധിത്വം തെളിയിക്കണം. എന്നെ അപമാനിച്ചവരോട് പകരം ചോദിക്കണം. ആവേശത്തോടെ ജ്യോതിലക്ഷ്മി പറഞ്ഞു നിർത്തിയ ഉടനെ റൂബിയ ജോർജ് തറപ്പിച്ചു പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ഞങ്ങളും സോജൻ സാറും എല്ലാം കട്ടയ്ക്കാം. ഞങ്ങൾ അടുത്ത ആഴ്ച ഒബ്ജക്ഷൻ പെറ്റീഷൻ സമർപ്പിക്കും. അതിന് നിങ്ങൾ രണ്ടാളുടെ സിഗ്നേച്ചർ വേണം. പ്രിയരഞ്ജൻ പൊങ്കലിൻ്റെ അവധിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കണം. ആത്മാഭിമാനം പോയാൽ പിന്നെ പെണ്ണിന് എന്ത് ജീവിതം? ഈശ്വരന് നിങ്ങളും മാത്രമേ തുണയുള്ളൂ. അമ്മ ധൈര്യമായിരുന്നോളൂ. അനീതി അല്പകാലത്തേക്ക് വിജയിച്ചാലും സത്യത്തിന് തോൽക്കാൻ കഴിയില്ലല്ലോ. അവർ പല കാര്യങ്ങളെപ്പറ്റിയും ഏറെ നേരം സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് റൂബിയ പറഞ്ഞു. പ്രിയരഞ്ജൻ വരുമ്പോൾ നിങ്ങളൊരു ഫുൾ ഡേ ഔട്ടിങ്ങിന് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കൂടെ കൂട്ടണേ അമ്മേ. കേസും കോടതിയുമായിട്ട് ഞാനും മടുത്തു. മോള് വരുന്നേ ഞങ്ങൾക്കും സന്തോഷമല്ലയോ? മോള് വന്നോ? മോക്ക് കൂടി സൗകര്യമുള്ള ദിവസം പോകാം. ഹെഡ്സെറ്റ് എടുത്തു മാറ്റിയിട്ട് റൂബിയ സന്തോഷം കൊണ്ട് അറിയാതെ ഒന്ന് കൈയടിച്ചു. ഒരു ദിവസം മുഴുവൻ പ്രിയൻ്റെ കൂടെ കറങ്ങാനുള്ള വകുപ്പൊത്തു. SHO ഫിറോസ് ഹുസൈൻ്റെ ട്രാൻസ്ഫർ ഉത്തരവ് റദ്ദാക്കിയില്ലെന്ന് ഉറപ്പായതോടെ രാമഭദ്രന് ഉറക്കം നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ വാരിയെറിഞ്ഞിട്ടും ഫലമുണ്ടായില്ല. റേഞ്ച് IG അരവിന്ദ് പാലോട് അതിശക്തമായ നിലപാടിന് മുമ്പിൽ എല്ലാ സ്വാധീനങ്ങളും വിഫലമായി. പണവും സ്വാധീനവുമെല്ലാം നിസ്സഹായമാകുന്ന ഇങ്ങനെയും ചിലതുണ്ട്. പുതിയ SHO ആയി കാശിനാഥൻ ചാർജ് എടുക്കാനെടുത്ത വിവരം ഫിറോസ് ഹുസൈൻ തന്നെയാണ് രാമഭദ്രനെ വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ചൂണ്ടക്കുളത്തിൽ വീഴുന്നയാളാണോടാ രാമഭദ്രന്? അതാണ് അറിയേണ്ടിരുന്നത്. ആളിത്തിരി വശപ്പിച്ചുക. ട്രെയിനിങ് കാലത്തെ എനിക്കറിയാം. പക്ഷേ വീഴ്ത്തണം. അതാ സാറിൻ്റെ മിടുക്ക്. സാറിൻ്റെ പെട്ടിയിൽ ഇഷ്ടംപോലെ കാശുണ്ട്. സാറിൻ്റെ റിസോർട്ടിൽ നല്ല പൈങ്കിളി പിള്ളേരുണ്ട്. എടുത്ത് അങ്ങോട്ടിട്ട് കൊടുക്കണം. അയാളല്ല, അയാളുടെ വലിയ ബാപ്പ വീഴും. എന്നിട്ട് അണ്ണാക്കി പുറത്ത് പൊക്കിയെടുക്കണം. സാറ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഫിറോസ് ഹുസൈൻ ഇഷ്ടംപോലെ കാശ് ഊറ്റിയ ഒരു കീശയാണ് രാമഭദ്രൻ്റേത്. മറക്കാൻ കഴിയില്ലല്ലോ. കഴുതുരുട്ടിയിലെ തൻ്റെ മകൻ്റെ റിസോർട്ടിൽ വെച്ച് സമൃദ്ധമായ അത്താഴ വിരുന്ന് നൽകിയാണ് രാമഭദ്രൻ അയാളെ യാത്രയാക്കിയത്. പുതിയ SHO കാശിനാഥൻ ചാർജ് എടുത്ത ശേഷം റിപ്പോർട്ട് ചെയ്യാനായി എത്തിയപ്പോൾ SP സോജൻ റോയി പറഞ്ഞു. തന്നെപ്പോലൊരു സ്മാർട്ടായ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അറിയാം സാർ. റേഞ്ച് IG അരവിന്ദ് പാലോട് സാർ സൂചിപ്പിച്ചിരുന്നു. ഫിറോസ് ഹുസൈൻ 3 ടേമ അവിടെ മൂടുറപ്പിച്ചിരുന്നത്. അയാൾ നശിപ്പിച്ചിട്ടിരിക്കുന്ന തൊഴുത്ത അവിടെ വൃത്തിയാക്കേണ്ടത് താനാ. യു ഹാവ് എ ഗുഡ് ട്രാക്ക് റെക്കോർഡ്. ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ യു. പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഭീഷണികളുമൊക്കെ ഉണ്ടാവും. വഴങ്ങരുത്. എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ വിളിക്കാം. ന്യായമായ എല്ലാറ്റിനും കൂടെയുണ്ടാവും. താങ്ക് യു സാർ. സല്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ SHO കാശിനാഥൻ തമാശയോടെ ഓർത്തു. അണ്ടർ ദ സർവലൻസ് ഓഫ് CCTV എന്ന് പറയുന്നത് പോലെ താനിപ്പോൾ അണ്ടർ ദ സർവലൻസ് ഓഫ് CCTV എന്ന് പറയുന്നത് പോലെ താനിപ്പോൾ അണ്ടർ ദ സർവലൻസ് ഓഫ് SP സോജൻ റോയിയാണ്. തെന്മലയുടെ ദൂരക്കാഴ്ചകൾ ഒറ്റക്കല്ലിലെ വാടക വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രകൃതിയെ മാറ്റിയിരിക്കുന്നു. എത്ര ആസ്വദിച്ചാലും മതി വരാത്ത ഒരിടം. മനുഷ്യനും വനങ്ങളും മൃഗങ്ങളും ചിത്രശലഭങ്ങളും തടാകങ്ങളും എല്ലാം ചേർന്ന ഒരിടം. അങ്ങോട്ടുള്ള യാത്രയ്ക്കിടെ ജ്യോതിലക്ഷ്മി കൗതുകത്തോടെ ഓർത്തു. ഒറ്റക്കല്ലിൽ താമസം തുടങ്ങിയിട്ട് 3 വർഷം കഴിയുന്നു. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ മനോഹാരിത ആസ്വദിക്കും. പക്ഷേ മുറ്റത്തെ മരക്കൊമ്പിലിരിക്കുന്ന വർണ്ണത്തത്തയുടെ മഹത്വം കാണാതെ പോകും. കഥകളിലെ പ്രകൃതി വർണ്ണനകൾ വായിച്ച് കോൾമറിക്കൊള്ളും. ചുറ്റിലും സദാ തഴുകിപ്പുണർന്ന കാഴ്ച വിസ്മയങ്ങളെ വിസ്മരിക്കും. അതാണ് മനുഷ്യൻ. പ്രിയരഞ്ജൻ അമ്മയെയും ശിഖയെയും കൂട്ടി എത്തുമ്പോഴൊക്കെയും റൂബിയ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നീങ്ങവേ റൂബിയ തടഞ്ഞു. ടിക്കറ്റൊക്കെ എപ്പോഴേ റെഡി. ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ട്. എവിടെ വേണേലും പോകാം. ജ്യോതിലക്ഷ്മി ഉടനെ പറഞ്ഞു. അയ്യോ, ഫുൾ പാക്കേജ് വേണ്ടായിരുന്നു മോളെ. ഒരു ദിവസം കൊണ്ട് എല്ലായിടും പോകാൻ പറ്റുമോ? അതിനെന്താ, ക്ഷീണിക്കുമ്പോൾ നിർത്താമല്ലോ. ഫുൾ പാക്കേജിൽ ലെഷർ സോണും അഡ്വഞ്ചർ സോണും സഫാരിയും ബട്ടർഫ്ലൈ പാർക്കും ചിൽഡ്രൻസ് പാർക്കും എല്ലാമുണ്ട്. കൂടാതെ ഡീർ പാർക്ക്, നക്ഷത്രവന, ട്രക്കിംഗ്, മ്യൂസിക്കൽ ഫൗണ്ടൻ, പരപ്പാർ തടാകങ്ങളിലൂടെയുള്ള ബോട്ട് യാത്ര. തെന്മല അടിപൊളിയാ. ശിഖ നല്ല ത്രില്ലായിരുന്നു. സഫാരിക്കുള്ള ബസ് കാത്തു നിൽക്കുമ്പോൾ ജ്യോതിലക്ഷ്മി പറഞ്ഞു. എവിടെയൊക്കെ വരാൻ പറ്റുമെന്നറിയില്ല. പെട്ടെന്ന് ക്ഷീണിക്കും. പ്രായമായി വരികയല്ലേ. അമ്മയ്ക്ക് പ്രായമോ? എന്ത് പ്രായം? ഈ പ്രായത്തിലമ്മ ഇത്രയും സുന്ദരി സ്മാർട്ടുമാണേലേ. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ ഇരിക്കും?
റൂബിയെ പൊട്ടിച്ചിരിച്ചപ്പോൾ ജ്യോതിലക്ഷ്മി പുഞ്ചിരിച്ചു. ഇടം കണ്ടിട്ട് പ്രിയരഞ്ജനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് റൂബിയെ ചോദിച്ചു, അന്നൊക്കെ അമ്മയെ കാണുമ്പോൾ രവിവർമ്മ ചിത്രത്തിൽ രതിഭാവമേ എന്ന് നമ്മുടെ വിമലെങ്കിലും പാടുമായിരുന്നോ? പ്രിയരഞ്ജൻ അവളെ നോക്കി ചുണ്ടു കടിച്ചു. ഒന്നും മനസ്സിലാകാതെ ജ്യോതിലക്ഷ്മി നെറ്റി ചുളിച്ചു. അപ്പോഴേക്കും സഫാരിക്കുള്ള ബസ്സെത്തി. അവരുടെ കാഴ്ച ദിവസം ആരംഭിച്ചു. അവധിയായിരുന്നതിനാൽ വലിയ തിരക്കായിരുന്നു. കാടിൻ്റെ നടുക്കുകൂടിയുള്ള യാത്ര, പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള യാത്ര, കന്യാവനങ്ങളുടെ സംഗീതം പോലെ, കാട്ടുവേഴാമ്പലുകളുടെ കരച്ചിൽ, ഔഷധ ഗുണമുള്ള മലങ്കാറ്റ്, ആകാശം മറയ്ക്കുന്ന മരച്ചാർത്തുകൾ, സർവത്ര കുന്നുകളും താഴ്വരകളും വള്ളിക്കുടിലുകളും, തേക്കും ഈട്ടിയും ആഞ്ഞിലയും ആഴാന്തയും ഇലയും അരയാലും കാട്ടുപുന്നയും പേഴും പൂവരശും പെരുമരവും, പിന്നെ പേരറിയാത്ത കൂറ്റൻ മരങ്ങളും ഇടതൂർന്നു വളർന്ന് കെട്ടുപിണഞ്ഞ് കണ്ണത്തടുത്ത ദൂരത്തോളം നീണ്ടുപോകുന്ന വനം. യാത്ര ചെന്നു നിന്നത് നദികളുടെ സംഗമ സ്ഥലത്ത്. നാലുപാടും പച്ച മലകൾ അതിരിടുന്ന തടാകങ്ങൾ. അത്ഭുതവും ആനന്ദവും കൊണ്ട് റൂബിയ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. പ്രകൃതിക്ക് ഇത്രയും മനോഹാരിതയോ? പുഴകളുടെ തിളക്കവും ഇളക്കവുമാണ് ശിഖയെ ആഹ്ലാദിപ്പിച്ചത്. പുഴകളെ തടാകമാക്കുന്നത് മലകളാണ്. പുഴകളും മലകളും തമ്മിലുള്ള പ്രണയസങ്കല്പങ്ങളിൽ മുഴുകിപ്പോയി പ്രിയരഞ്ജൻ. കാമുകൻ്റെ മാറിൽ പടർന്നു കയറി നിലയ്ക്കാത്ത ആത്മരതിയിൽ ഓരോ നിമിഷവും ആറാടുന്ന പുഴയോരങ്ങൾ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരികൾക്കൊപ്പം കണ്ട പിക്നിക് സിനിമ ജ്യോതിലക്ഷ്മിക്ക് ഓർമ്മ വന്നു. ശില്പികൾ നമ്മൾ എന്ന സംഘഗാനം കാതുകളിൽ മുഴങ്ങി. പ്രേം നസീറും ലക്ഷ്മിയും ഉണ്ണിമേരിയും ബാസിയും എല്ലാം അടങ്ങുന്ന പിക്നിക് സംഘം ബോട്ടിലൂടെ ആടിപ്പാടിപ്പോയത് ഈ തടാകത്തിലൂടെയായിരുന്നു. പ്രിയരഞ്ജൻ യൂട്യൂബിൽ നിന്നും ആ ഗാനരംഗം ഡൗൺലോഡ് ചെയ്ത് അവരെ കാണിച്ചു. അത് ഈ തടാകമാണ്. സഫാരി കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പോയത് അണക്കെട്ടിൻ്റെ മുകളിലേക്കാണ്. നടന്നു കയറാൻ കുറേ സമയമെടുത്തു. നിറഞ്ഞു കിടന്ന അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് പ്രിയരഞ്ജൻ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ ഓരോ കല്ലിലും എൻ്റെ മുത്തച്ഛൻ്റെ വിയർപ്പുമുണ്ട്. ഉടനെ റൂബിയ പറഞ്ഞു, അങ്ങനെ എത്രയെത്ര മുത്തച്ഛന്മാരുടെ രക്തവും വിയർപ്പും വീണിട്ടാവും ഓരോ അണക്കെട്ടും ഉയർന്നിട്ടുണ്ടാവുക. എത്രയെത്ര ജീവിതങ്ങൾ ഈ അണക്കെട്ടിൻ്റെ ചൂട്ടടികളിൽ ഹോമിക്കപ്പെട്ടിട്ടുണ്ടാവും. കാട് കണ്ടു നടന്നപ്പോൾ പ്രിയരഞ്ജൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, വന്യമായ സൗന്ദര്യത്തിനുള്ളിൽ നിഗൂഢതകളുടെ പൊരുളുണ്ട് അല്ലേ റൂബിയ? ഇടുങ്ങിയ കണ്ണുകളോടെ അവളവനെ ചോദ്യാർത്ഥത്തിൽ നോക്കി. അണക്കെട്ട് ചുറ്റി നടന്നു താഴെ ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും തളർന്നു. ബട്ടർഫ്ലൈ പാർക്കിനടുത്തുള്ള പുൽത്തകടിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ജ്യോതിലക്ഷ്മി പൊതിച്ചോറ് കരുതിയിരുന്നു. കുറച്ചു നേരമിരുന്ന് ക്ഷീണം മാറ്റിയ ശേഷം കാഴ്ചകളിലേക്കുള്ള മടക്കം. ഡീർ പാർക്കിൽ മാനുകൾ കുറവായിരുന്നു. പിന്നീട് ശെന്തുർണിയിലെ ബോട്ടിംഗ് പോയിന്റിലേക്ക്. അടുത്ത ബോട്ടിൽ കയറി. റൂബിയ പ്രിയരഞ്ജൻ്റെ അടുത്ത് തന്നെയിരുന്നു. സഞ്ചാരികളെയും കൊണ്ട് ഓളപ്പരപ്പിൽ കിടന്ന് വട്ടം കറങ്ങുന്ന കുട്ടവള്ളങ്ങൾ. പരപ്പാറിലെ ശാന്തമായ സംഗമപ്പെരുപ്പിലൂടെ അണക്കെട്ടിൻ്റെ അടിവാരം വരെ എത്തി ബോട്ട് മടങ്ങി. റൂബിയയുടെ ചുണ്ടുകൾ വനദേവതകളെ നോക്കി മൂളി. സ്വർഗം താണിറങ്ങി വന്നതോ? സ്വപ്നം പീലി വിടർത്തി നിൽക്കുന്നതോ? നോക്കൂ, മലയെടുത്ത് മടിയിൽ വെച്ച് നിൽക്കുന്ന മേഘങ്ങൾ, മനമണഞ്ഞു പുൽകുന്ന മോഹങ്ങൾ. അതെ, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകൊഴുകുന്നതെല്ലാം ഇവിടെ ഒന്നു ചേർന്ന് അലിഞ്ഞിരിക്കുന്നു. ബോട്ട് കരയ്ക്കടുത്തപ്പോൾ ഒരു അലൗകിക സ്വപ്നത്തിൽ നിന്നെന്ന പോലെ എല്ലാവരും ഞെട്ടി ഉണർന്നു. ആഹ്ലാദത്തിൻ്റെ 1000 പൂത്തിരികൾ കത്തിയുയർന്നണഞ്ഞ ഹൃദയങ്ങളുമായി അവർ ഇറങ്ങി. അവർ നടന്നു കയറി തടയണയ്ക്ക് മുകളിലെത്തി. റൂബിയെ ഞെട്ടി. അവിടെ അതിരൂക്ഷമായി തുറച്ചു നോക്കി കാത്തു നിൽക്കുന്ന സഹോദരന്മാർ. ഊക്കൻ പൊന്നച്ചനും ചുരുട്ടു തങ്കച്ചനും. ആദ്യമൊന്ന് പതറി. അവളോടൊപ്പം പ്രിയരഞ്ജനും ഉണ്ടായിരുന്നു. അമ്മയും ശിഖയും താഴെ നിന്ന് കയറി വരുന്നതേയുള്ളൂ. അവരെ വകവയ്ക്കാതെ താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നിറങ്ങി. അവരുടെ പിന്നാലെ ഊക്കൻ പൊന്നച്ചനും ചുരുട്ടു തങ്കച്ചനും ഓടിയെത്തി. ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. പൊന്നച്ചൻ അവളുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റടിയായിരുന്നു. ഭവിഷ്യത്തുകൾ ആലോചിക്കാതെ കലിപ്പ് തീർത്തു. തങ്കച്ചൻ അമ്പരന്ന് നിൽക്കുന്ന പ്രിയരഞ്ജൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ചു. ആളാരാണെന്നോ കാര്യമെന്താണെന്നോ പ്രിയരഞ്ജൻ അറിഞ്ഞിരുന്നില്ല. കോളറിലെ പിടുത്തം വിടുവിച്ച് അക്രമിയെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രിയരഞ്ജൻ വിളിച്ചു ചോദിച്ചു, ഇവർ ആരാ റൂബിയ, അറിയാമോ? അതിൻ്റെ മറുപടി തങ്കച്ചൻ്റെ അട്ടഹാസമായിരുന്നു. നീ ആരാടാ? റൂബിയ ബലം പ്രയോഗിച്ച് തങ്കച്ചനെ പിടിച്ചു മാറ്റി. അവൾക്കു നേരെ അവൻ കൈ ഉയർത്തി. പെൺപിള്ളേര് കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന പാരമ്പര്യം നമ്മുടെ കുടുംബത്തിനില്ലടി. രണ്ടിൻ്റെ കാലുവെട്ടും. തൊട്ടുപോകരുതെന്നെ. പെങ്ങളുടെ തനിസ്വരൂപം ആങ്ങളമാർ കണ്ടു. കലിയിളകിയ കാട്ടുപൂച്ചയെ പോലെ അവൾ ചീറ്റി. തൊട്ടുപോകരുത്. ചേട്ടന്മാരൊക്കെ വീട്ടിൽ. ഇത് പൊതുസ്ഥലമാ. അത് കേട്ട് പൊന്നച്ചൻ മസിൽ പെരുപ്പിച്ചു. ശബ്ദിക്കരുത്, നാക്കരിഞ്ഞു കളയും. നിങ്ങൾ കയ്യെ പിടിച്ച് ഇടമണ്ണിലെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോയിരുന്ന ആ കൊച്ചു പെണ്ണല്ല ഞാൻ. പ്രായപൂർത്തിയായ പെണ്ണ, ഒരു ക്രിമിനൽ വക്കീലുമാ. പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീയെ അപമാനിക്കുന്നത് ജാമ്യമില്ല വകുപ്പാണെന്ന് ചേട്ടായിമാർക്കറിയോ? അപ്പനും ചേട്ടനും ഭർത്താവിനുമൊന്നും അതിന് അവകാശമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത് ജാമ്യം കിട്ടാത്ത ക്രിമിനൽ കുറ്റമാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് 33 നമ്പർ ഡയൽ ചെയ്താൽ മതി. എന്താ പരീക്ഷിക്കുന്നോ? പൊന്നച്ചനും തങ്കച്ചനും ഒന്ന് പരിങ്ങി. കിളി പോയതുപോലെ. പക്ഷേ സിരകളിലോടുന്നത് മാടമ്പി രക്തമാണല്ലോ. തോൽക്കാൻ പാടില്ലല്ലോ. അപ്പനാടി ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാ. ഇവിടെ വെച്ച് എന്നെ പിടിച്ച് തല്ലണമെന്ന് അപ്പം പറഞ്ഞോ? ആളുകൾ കൂടിയതോടെ ഊക്കനും ചുരുട്ടും സ്ഥലം വിട്ടു. നീ അങ്ങ് വീട്ടിലോട്ട് വന്നേക്ക്. നമുക്ക് അവിടെ വെച്ച് കാണാം. നിന്റെ അഴിഞ്ഞാട്ടം ഇന്നുകൊണ്ട് നിർത്തും.
ഇവരെൻ്റെ കക്ഷികളാ. ഈ പ്രിയരഞ്ജൻ കോളേജിലെ എൻ്റെ ക്ലാസ്മേറ്റാ. അവരുടെ കൂടെ വന്നതിന് ഞാനെന്തിന് വീട്ടിൽ വരാൻ പായിക്കണം? അത് അഴിഞ്ഞാട്ടമാണെന്ന് ഏത് വകുപ്പിലാ ഉള്ളത്? റൂബിയ ജോർജിൻ്റെ അസാമാന്യമായ ധൈര്യവും തൻ്റെടവും ജ്യോതിലക്ഷ്മിയെ അത്ഭുതപ്പെടുത്തി. ഉപദ്രവിക്കാൻ വന്നത് അവളുടെ സഹോദരന്മാരാണെന്ന് മനസ്സിലായി. എന്നിട്ട് പോലും എത്ര ഭംഗിയായിട്ടാണ് അവൾ നേരിടുന്നത്. സഹോദരന്മാർ അപമാനിച്ചതിലായിരുന്നില്ല റൂബിയയ്ക്ക് വിഷമം. പ്രിയരഞ്ജനും അമ്മയും ശിഖയും താൻ മൂലം ആക്ഷേപിക്കപ്പെട്ടതിലായിരുന്നു. അവൾ ഓടിച്ചെന്ന് ജ്യോതിലക്ഷ്മിയുടെ കരം ഗ്രഹിച്ചു. വെരി 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 സോറി അമ്മേ. ഇങ്ങനൊരു വൃത്തികെട്ട സീനുണ്ടാവുമെന്ന് കരുതിയതേയില്ല. അവരപമാനിച്ചത് എന്നെയല്ല, നിങ്ങളെയാ. ക്ഷമിക്കണം. അയ്യോ മോളെ, ഞങ്ങളുടെ കാര്യമോർത്ത് വിഷമിക്കണ്ട. മോള് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഉപദ്രവിക്കുമോ എന്നാണ് എൻ്റെ ഇപ്പോൾ ആദി. ഞാനൊരു അഡ്വക്കേറ്റല്ല അമ്മേ. നിയമത്തിലെ വകുപ്പുകളൊക്കെ പറഞ്ഞു വിരട്ടാൻ എനിക്കറിയാലോ. അവരെന്നെ ഒന്നും ചെയ്യില്ല. അതോർത്ത് അമ്മ വിഷമിക്കേണ്ട. താഴെയുള്ള പാർക്കിംഗ് ലോട്ടിനടുത്തായി കിടന്ന ഐസ്ക്രീം വണ്ടിയിൽ നിന്നും പ്രിയരഞ്ജൻ ചോക്കോബാർ വാങ്ങി. അവരവിടെ നിന്ന് കഴിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന റൂബിയെ പറഞ്ഞു, ചില ചെറിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് പ്രിയ. ഞാനന്ന് സൂചിപ്പിച്ചിരുന്നില്ലേ, രാമഭദ്രനെതിരായ കേസിൽ നിന്നും ഞാൻ വലിയ വക്കീലിനെ പറഞ്ഞു മാറ്റണം. എന്നാലത് നേരിട്ട് ചെന്ന് മാലൂർ സാറിനോട് പറയാനുള്ള ധൈര്യമില്ല. അപ്പച്ചനതിൻ്റെ കലിപ്പ് തീർക്കാനാ ചട്ടമ്പി ചേട്ടന്മാരെ പറഞ്ഞു വിട്ടേക്കണേ. ഞങ്ങൾക്ക് വേണ്ടി റൂബിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടല്ല പ്രിയ, കരിയറിൽ നേരിടുന്ന ചലഞ്ചസ്. പ്രൊഫഷനിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയുമില്ല. പ്രിയരഞ്ജൻ മന്ദഹസിച്ചു. സന്ധ്യയോട് അടുത്തിരുന്നതിനാൽ മ്യൂസിക്കൽ ഫൗണ്ടനും മറ്റും പിന്നീട് കാണാമെന്ന് വെച്ചു. ഇവിടെ വെച്ച് പിരിയുകയാണ്. ജ്യോതിലക്ഷ്മി അവരുടെ കാറിലേക്ക് കയറിയപ്പോൾ റൂബിയ ഒരിക്കൽ കൂടി ഓടിയെത്തി മാപ്പ് പറഞ്ഞു. അല്പം വിരണ്ടുപോയ മുഖഭാവമായി ഇരുന്ന ശിഖയുടെ കവിള് തൊഴിഞ്ഞുകൊണ്ട് റൂബിയ ചിരിച്ചു. ശിഖമോളെ, നീ പേടിക്കേണ്ടേ. ഇതൊക്കെ നമ്മൾ സ്ത്രീകൾ നേരിടേണ്ടുന്ന ചില നമ്പറുകളല്ലേ. എന്തായാലും ശിഖമോൾ ഭാഗ്യവതിയാ. കൈവെള്ളയെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലോ. ശിഖ അവളുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മന്ദഹസിച്ചു. പ്രിയരഞ്ജൻ കാർ മുന്നോട്ടെടുക്കുമ്പോൾ ജ്യോതിലക്ഷ്മി ആത്മകഥം പോലെ പറഞ്ഞു, പാവം കൊച്ച്. വീട്ടിൽ ചെല്ലുമ്പോൾ അവന്മാർ ഉപദ്രവിക്കുമോ എന്തോ. വീട്ടിലെത്തിയിട്ടും ജ്യോതിലക്ഷ്മിയുടെ ഉത്കണ്ഠ റൂബിയയെ പറ്റി മാത്രമായിരുന്നു. ചെന്തുർണിയിലെ വസ്തുവിൻ്റെ വ്യാജപ്രമാണം ചമയ്ക്കൽ കേസിൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ട് വന്നു. ജ്യോതിലക്ഷ്മി സംശയം പറഞ്ഞ അടുത്ത ബന്ധുക്കളെയെല്ലാം ഒപ്പും കൈയക്ഷരവും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ റിപ്പോർട്ടുമായി പുതിയ SHO കാശിനാഥൻ ഉടനെ തന്നെ ASP സോജൻ റോയിയെ കാണാൻ വന്നു. ആധാരത്തിലെ ചെറിയ കൈയക്ഷരവും ഒപ്പുമായി ആരുടെയും മാച്ച് ചെയ്യുന്നില്ല. മരിച്ചുപോയ വിമൽ നാരായണൻ്റെ കൈയക്ഷരവും ഒപ്പുമല്ല പ്രമാണത്തിലുള്ളതെന്നും കൈയക്ഷര പരിശോധനയിൽ തെളിഞ്ഞു. എങ്കിൽ കള്ളയൊപ്പിട്ടിരിക്കുന്നത് ആരാണ്? കാശിനാഥൻ ഇനി നടത്തേണ്ട അടിയന്തര കാര്യങ്ങളെപ്പറ്റി സോജൻ റോയി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. അടുത്ത ബന്ധുക്കളുടെ കൈയക്ഷര സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ഇനി ജ്യോതിലക്ഷ്മിയുമായി സംസാരിച്ച് അകന്ന ബന്ധുക്കളെയും സംശയമുള്ളവരുടെയും സാമ്പിളുകൾ കൂടി ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുക. രജിസ്റ്റർ ഓഫീസിലെ ആരുടെയെങ്കിലും സഹായമില്ലാതെ വ്യാജ ആധാരം രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല. ആ വഴിക്കും അന്വേഷണം പോകണം. SHO കാശിനാഥൻ യാത്ര പറഞ്ഞു പോയപ്പോൾ സോജൻ റോയി സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്രയും ഷാജിർ ഖാനുമായി നടത്തിക്കൊണ്ടിരുന്ന ചർച്ച തുടർന്നു. മധുരയിലെ റെൻ്റ് കാർ കമ്പനിയിൽ നിന്നും മിറ്റ്സുബിഷി പജീറോ വാൻ വാടകയ്ക്കെടുത്ത പാണ്ഡവൻപാറയിലെ ചെല്ലപ്പനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ കുറേ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഒരുപാട് ദിവസം ചെല്ലപ്പനെ ചോദ്യം ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ കിട്ടിയത്. 2-3 തവണ മൂന്നാം മുറ പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വന്നു. ഇനി കസ്റ്റഡിയിലെടുക്കേണ്ടത് കോയമ്പത്തൂരിലെ കുപ്രസിദ്ധ അധോലോക ഗുണ്ട തങ്കയ്യനാണ്. തൻ്റെ തിരിച്ചറിയൽ രേഖകൾ നൽകി വാടകയ്ക്കെടുത്ത പജീറോ വാൻ ഉപയോഗിച്ചിരുന്നത് തങ്കയ്യനാണെന്ന് ചെല്ലപ്പ പറഞ്ഞിട്ടുണ്ട്. വിമൽ നാരായണൻ്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ട ദിവസം പജീറോ വാൻ തെന്മലയിലുണ്ടായിരുന്നു. തിരിച്ചു നൽകിയപ്പോൾ അതിൻ്റെ ഇടതുവശത്തെ സൈഡ് വ്യൂ മിറർ നഷ്ടപ്പെട്ടിരുന്നെന്ന് റെൻ്റ് കാറുകാരും സമ്മതിച്ചിട്ടുണ്ട്. ആ വാൻ കസ്റ്റഡിയിലുണ്ട്. ഇനി തങ്കയ്യനെ കിട്ടണം. എങ്കിലേ മുന്നോട്ട് പോകാനാവൂ. അതിസാഹസികമായ പലവിധത്തിലുള്ള ഓപ്പറേഷനുകളും അവർ പ്ലാൻ ചെയ്തു. വൈകാതെ തങ്കയ്യൻ കോയമ്പത്തൂരിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയ ഒരു ദിവസം സർവ്വവിധ സന്നാഹങ്ങളോട് കൂടി കമാൻഡോകളെയും കൂട്ടി സോജൻ റോയും ടീമും കോയമ്പത്തൂരിന് തിരിച്ചു. ചൂണ്ടയിൽ കോർക്കാനുള്ള ഇരയായി ചെല്ലപ്പനെയും ഒപ്പം കൊണ്ടുപോയി. ഫോറൻസിക് ലാബിലെ കൈയക്ഷര പരിശോധനയിൽ ആരെയും കണ്ടെത്താനായില്ലെന്ന വാർത്ത രാമഭദ്രൻ്റെ കാതിൽ ചോർന്നു കിട്ടി. അടുത്ത ദിവസം കലയനാട്ടെ റോഡ് പണി നടക്കുന്ന വർക്ക് സൈറ്റിൽ വെച്ച് വിജയനാരായണനെ കണ്ടപ്പോൾ അയാൾ പരിഹാസച്ചിരിയോടെ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ അളിയ, ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ലെന്ന്. ഇപ്പോൾ വിശ്വാസമായില്ലേ? എന്നാലും അളിയ, നമ്മുടെ കുടുംബത്തിലെ പെണ്ണും ആണുമെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറി ഒക്കെ എഴുതി ഒപ്പും കൊടുക്കേണ്ടി വന്നില്ലേ? ആകെ നാണക്കേടായി പോയില്ലേ? എല്ലാത്തിനും കാരണം ആ എരുമ്പട്ടോള കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും അവൾ കേസുമായിട്ട് ഇറങ്ങിയ പിന്നെ അളിയനൊരു അങ്കലാപ്പുണ്ട്. പുറമെ കാണിക്കുന്നില്ലെന്നേയുള്ളൂ. കവണ കൊണ്ടുള്ള ചീളും കല്ലേറ് വരുമ്പോൾ ഏത് കൊലക്കൊമ്പനും ആദ്യമൊന്ന് പിറകോട്ട് മാറും. കുറച്ചു കഴിയുമ്പോൾ എല്ലാ ശക്തിയും സംഭരിച്ച് കൊല വിളിച്ചുകൊണ്ടൊരു വരവുണ്ട്. അപ്പോൾ ചീളു കല്ലെറിഞ്ഞവരെല്ലാം നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടും. അത്രയുള്ളൂ. നമ്മൾ കൊടുത്ത പുനരന്വേഷണ പരാതി ഫിറോസ് ഹുസൈൻ്റെ കയ്യിൽ കൊടുക്കാതെ ആ ASP സോജൻ റോയി തട്ടിയെടുത്തതോടെ ഞാനൊന്ന് പരിഭ്രമിച്ചു. ഫിറോസിൻ്റെ സ്ഥലം മാറ്റം കൂടി ആയുണ്ടായതോടെ ഞാനൊന്ന് ഉലഞ്ഞു. അതെല്ലാം ശരിയാ എന്ന് വെച്ച് ഞാൻ തളർന്നിട്ടൊന്നുമില്ല.
എന്നെ ആർക്കും തളർത്താനും പറ്റത്തില്ല. രാമഭദ്രൻ്റെ കട്ടിയുള്ള മുഖത്ത് കത്തി നിൽക്കുന്ന ആത്മവിശ്വാസം വിജയനാരായണൻ്റെ മുഖത്തേക്കും പടർന്നു. പൊങ്കലിൻ്റെ അവധി തീർന്നതോടെ പ്രിയരഞ്ജൻ മടങ്ങിപ്പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അമ്മയുണ്ടാക്കിയ അച്ചാറും ഇടിച്ചമ്മന്തിയും വസ്ത്രങ്ങളുമൊക്കെ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതിലക്ഷ്മി മുറിയിലേക്ക് കയറി ചെന്നു. നല്ല വെയിലായിട്ടും മകരമഞ്ഞിൻ്റെ കുളിര് പോയിട്ടില്ല. പിഞ്ചിപ്പോയ പഞ്ഞിത്തുണ്ടുകൾ പോലെ വിളറിയ മേഘങ്ങൾ തെന്മല വനങ്ങളുടെ ശിരസ്സുകൾ പൊതിഞ്ഞു കിടക്കുന്നു. എടാ പ്രിയ, മോനെ, നീ പോകുന്നതിന് മുമ്പ് ചോദിക്കാണ്ടൊരു സമാധാനം കിട്ടുന്നില്ലടാ. പിക്നിക്കിന് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച നിൻ്റെയും ആ വക്കീല് കൊച്ചിൻ്റെ ഇടപെടലൊക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെന്ന് തോന്നാതിരുന്ന പ്രിയരഞ്ജൻ ആശ്ചര്യത്തോടെ തുറച്ചു നോക്കി. വേറെ വല്ലതും ഉണ്ടോടാ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളൊന്നിച്ച് പഠിച്ചവരല്ലേ, അതിൻ്റെ സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ടാവും. നമ്മളോട് അവൾക്ക് വലിയ കാര്യമാണ്, വലിയ അടുപ്പവും കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഉൾഭയം. അമ്മയ്ക്ക് പിന്നെ ഭയക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ഇത്രയ്ക്ക് സ്നേഹവും കരുതലുമൊക്കെയുള്ള പെങ്കൊച്ചുങ്ങളെ ഇക്കാലത്ത് കാണാൻ കിട്ടില്ല. ഇപ്പോഴത്തെ പെങ്കൊച്ചുങ്ങൾക്ക് പ്രായമുള്ളവരോടെല്ലാം പുച്ഛമാ. ഈ കൊച്ചിന് എന്തൊരു വിനയമാ. നല്ല വിളവുള്ള കതിര് തലകുനിച്ച് നിൽക്കൂ. എനിക്കവളെ ഒരുപാട് ഇഷ്ടവുമാ. പക്ഷേ പ്രിയരഞ്ജൻ അവളെ തടഞ്ഞു. അമ്മ തൽക്കാലം കാട് കയറി ചിന്തിക്കണ്ട, എനിക്കിറങ്ങാൻ നേരമായി. അമ്മയെ ചേർത്ത് നിർത്തി നെറുകയിലൊരു ഉമ്മ കൊടുത്തിട്ട് അവൻ യാത്ര പറഞ്ഞിറങ്ങി. പതിവ് പോലെ ഗതിജുമ്മ തനിക്ക് കൊണ്ടുപോകാനുള്ള പലഹാര പൊതിയുമായി വന്നു. നെയ്യപ്പവും ഉണ്ണിയപ്പവും എല്ലാം അതിലുണ്ടാവും. പുഞ്ചിരിയോടെ ഗതിജുമ്മയെയും ചേർത്ത് നിർത്തി തഴുകിയിട്ട് ഗേറ്റിന് വെളിയിൽ കാത്തുകിടന്ന ഓട്ടോയ്ക്കരികിലേക്ക് നടന്നു. ചെന്നൈയിൽ മടങ്ങിയെത്തിയ രാത്രി പ്രിയരഞ്ജൻ റൂബിയായെ വിളിച്ചു. സേഫാണല്ലോ വീട്ടിൽ? പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് റൂബിയ മറുപടി പറഞ്ഞത്. അവർക്ക് തൊണ്ടി കിട്ടിയതല്ലേ, അവർക്കതല്ലേ ഇപ്പോൾ ഹോബി. ബട്ട് ഐ ഡോണ്ട് കെയർ, ഐ ക്യാൻ മാനേജ് മൈസെൽഫ്. ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കുക. ഏറെക്കുറെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ആകാംക്ഷയോടെ അവൻ തിരക്കി. എന്ത്? ഞാൻ പ്രാക്ടീസ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയാണ്. അത് നേരത്തെയുള്ള തീരുമാനമാണ്. 5 കൊല്ലം ഇവിടെ പ്രാക്ടീസ് കഴിഞ്ഞ് പോകാമെന്നാണ് കരുതിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടാണ്. അപ്പച്ചനും ചേട്ടന്മാരും കൂടി വേട്ടയാടുകയാണ്. അവർക്കിപ്പോൾ എന്നെ പിടിച്ച് കെട്ടിക്കണം. അത് നടക്കില്ല. ഇവിടുന്ന് മാറിയേ പറ്റൂ. ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്താൽ പിന്നെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നീട് വലിയ ശല്യം ഉണ്ടാകില്ല. എന്നായാലും വേണ്ടതല്ലേ, ഇപ്പോൾ സമയവുമായി. കല്യാണത്തിന് സമ്മതിക്കാം. ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് വെടിപൊട്ടിക്കാൻ പോവുക. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയാണോ? ഞാൻ കൊണ്ടുവന്ന ആലോചന. പ്രിയരഞ്ജൻ എന്നൊരു ചുള്ളൻ പയ്യൻ. അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. റൂബിയ, കുട്ടികളിയൊന്നുമല്ല. സാഹസത്തിനൊന്നും മുതിർന്നേക്കരുത്. കശപിശയൊക്കെ ഉണ്ടായേക്കുമെന്നേ. ബട്ട് ഐ ഡോണ്ട് മൈൻഡ്. ഭയം നിറഞ്ഞ മൗനമായിരുന്നു പ്രിയരഞ്ജൻ്റെ മറുപടി. എന്താ, പ്രിയന് ഭയമുണ്ടോ? അങ്ങനൊരു വാക്കേ എൻ്റെ നിഘണ്ടുവിലില്ല. ഞാനും ആ അപ്പൻ്റെ ജനസിൽപ്പെട്ടത് തന്നെയല്ലേ. ഏറെ നേരം അവർ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ റൂബിയ പറഞ്ഞു. എവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന ഒരു ഏകദേശ ധാരണ പ്രിയരഞ്ജനുണ്ടായി. നിശ്ചയദാർഢ്യമുള്ള പെണ്ണാണ് റൂബിയ. ഉറച്ച നിലപാടുകൾ. അവളെ തടയാനാവില്ല. ആഹ്ലാദിക്കേണ്ടതാണ്. പക്ഷേ പ്രിയരഞ്ജന് ഭയമാണ് തോന്നിയത്. ആരോ അവസരമൊരുക്കി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റൂബിയ ജോർജിനെ കാണാൻ തന്നെ പറഞ്ഞു വിട്ടതുപോലെ. ചില കണ്ടുമുട്ടലുകൾ ഒഴിവാക്കാനാവില്ല. അത് നിയോഗമാണ്. ജീവിതത്തിൻ്റെ ഗതിയും ഭാവിയും നിർണ്ണയിക്കുന്നത് ഈ കണ്ടുമുട്ടലുകളാണ്. അതിതാ ഇവിടെയും. മാർ ഇവാനിയോസ് കോളേജിൻ്റെ കാമ്പസിൽ 3 വർഷം വിടാതെ പിന്നാലെ നടന്ന് സ്നേഹിച്ചിട്ടും ആരാധന അറിയിച്ചിട്ടും അർത്ഥമറിയാത്ത മന്ദഹാസം മാത്രം മടക്കി നൽകി ഇറങ്ങിപ്പോയ പെൺകുട്ടി. വർഷങ്ങളോളം അതിൻ്റെ നിരാശ നീണ്ടുപോയി. ഒടുവിൽ പൂർണ്ണമായും മാറുന്നിരുന്നു. ചില വിത്തുകൾ വേനലിൽ ഉണങ്ങിപ്പോകാറില്ല. മഴയത്തുവോളം മണ്ണിനടിയിൽ കാത്തുകിടക്കും. തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ വിത്ത് റൂബിയയുടെ ഉള്ളിൽ കാത്തുകിടക്കുകയായിരുന്നു. ഇപ്പോഴിതാ അത് മുളപ്പൊട്ടി വളർന്ന് പടർന്നിരിക്കുന്നു. ഇനി താൻ വിചാരിച്ചാലും തടയാനാവില്ല. 1 മാസത്തോളം കഴിഞ്ഞുള്ള ഒരു ദിവസം പ്രിയരഞ്ജന് ASP സോജൻ റോയിയുടെ ഫോൺ വന്നു. പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളുണ്ട്. അമ്മയെയും കൂട്ടി തൻ്റെ ഓഫീസിൽ വരണം. ആഴ്ചയവസാനം 2 ദിവസത്തെ അവധി കൂടി ചേർത്തെടുത്തുകൊണ്ട് പ്രിയരഞ്ജൻ വീട്ടിലെത്തി. അമ്മയ്ക്ക് വൈറൽ ഫീവർ. മരുന്ന് കഴിച്ച് കിടപ്പാണ്. ഒപ്പം വരാൻ കഴിയില്ല. പകരം തങ്ങളുടെ വക്കീലിനെ കൂടി കൂട്ടാനുള്ള അനുവാദം ASPയോട് വാങ്ങി. അനുവദിച്ചിരുന്ന സമയത്ത് തന്നെ പ്രിയരഞ്ജനും അഡ്വക്കേറ്റ് റൂബിയ ജോർജും അവിടെ എത്തി. ആകാംക്ഷയുടെ കൊടുമുടിയിലായിരുന്നു ഇരുവരും. പതിവ് പോലെ സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്രയും ഇൻവെസ്റ്റിഗേഷൻ ടെയിമിലെ ഷാജിൽ ഖാനും അവിടെയുണ്ടായിരുന്നു. പ്രിയരഞ്ജനും റൂബിയയും കസേരകളിലിരുന്നയുടനെ സോജൻ റോയ് പറഞ്ഞു. സെന്തുരിനി പ്രോപ്പർട്ടിയുടെ ആധാരത്തിലെ വിമൽ നാരായണൻ്റെ ഒപ്പും വിമലിൻ്റെ ഒറിജിനൽ ഒപ്പും മാച്ചാവുന്നില്ല. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ ഡീഡ് വ്യാജമാണ്. എങ്കിൽ അതിൽ ഒപ്പിട്ടതാര്? ജ്യോതി സംശയം പറഞ്ഞ നിങ്ങളുടെ ഫാമിലിയിലെ 30 പേരുടെ കൈയക്ഷരങ്ങൾ 2 ലോട്ടുകളിലായി പരിശോധനയ്ക്ക് അയച്ചിരുന്നു. 2ൻ്റെയും റിസൾട്ട് വന്നു. ആരുടെയും മാച്ചാവുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരാരുമല്ല, പുറത്തുനിന്നുള്ള ആരോ ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? പ്രിയരഞ്ജൻ തലയാട്ടി. അറിയില്ല സാർ. പക്ഷേ കണ്ടുപിടിച്ചേ മതിയാവൂ. ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അല്പം സമയം വേണ്ടി വരും. ഞങ്ങൾക്ക് ധൃതിയില്ല സാർ. പ്രിയരഞ്ജൻ വാക്കുകൊടുത്തു. ഇന്നോ നിങ്ങളോട് വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യത്തിനാണ്. കഴുതുരുട്ടിയിലെ നാരായണി റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയൂ.
ഞങ്ങളുടെ മുത്തച്ഛൻ വല്യമാമിയുടെ വിവാഹ സമയത്ത് വാങ്ങിക്കൊടുത്ത ഭൂമിയിൽ ഭദ്രൻ മാമൻ പണിത റിസോർട്ടാണത്. ഞങ്ങളുടെ മുത്തശ്ശിയുടെ ഓമന പേര് നാരായണി എന്നായിരുന്നു. പക്ഷേ നാരായണി റിസോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം രാമഭദ്രൻ്റെ പേരിലല്ലല്ലോ. എന്നാൽ ഉടമസ്ഥൻ രാമഭദ്രനാണ് താനും. സോജൻ റോയ് ചിരിച്ചു. കൺഫ്യൂഷനായില്ലേ? അത് മാറിക്കോളും. അയാളുടെ 2 ആൺമക്കളെ പറ്റി പറയൂ. മോഹനഭദ്രനും ജയഭദ്രനും. അവർക്ക് 2 പേർക്കും കുടുംബത്തിലെ മറ്റുള്ളവരുമായി അടുപ്പമില്ല. 2 പേരും ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും MBA പാസ്സായവരാണ്. കഴുതുരുട്ടിയിലെ റിസോർട്ട് നടത്തുന്നത് അവർ 2 പേരും ചേർന്നാണെന്നാണ് അറിവ്. ഇറ്റ് ഈസ് ട്രൂ. മോഹനചന്ദ്രനാണ് നാരായണി റിസോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം. 2 പേരുടെയും സ്വഭാവം എങ്ങനെ? മോഹനണ്ണൻ ആൾ കുറച്ച് സോഷ്യലാണ്. എല്ലാവരുമായിട്ടും തുറന്നിടപെടും. ജയഭദ്രൻ അണ്ണൻ ആളൊരു പ്രത്യേക തരക്കാരനാണ്. ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാത്തയാളാണ്. ആൾ വളരെ റൂഡാ. എന്താ സാർ? ഒന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പറ്റി അറിഞ്ഞിരിക്കാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. സാർ, അച്ഛൻ്റെ ബൈക്ക് ആക്സിഡൻറ്റിൻ്റെ റീഓപ്പൺ കേസ്? പ്രിയരഞ്ജൻ ചോദിച്ചവസാനിപ്പിക്കും മുമ്പേ സോജൻ റോയ് പറഞ്ഞു. ചില അശുഭവാർത്തകൾ കേൾക്കാൻ തയ്യാറായിരുന്നോളൂ. ജ്യോതി അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. നിങ്ങൾ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. എന്താ സാർ? പ്രിയരഞ്ജൻ്റെ വലിഞ്ഞു മുറുകിയ മുഖത്തെ ഇടുങ്ങിയ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴലാട്ടം. അല്പം കൂടി സമയം തരൂ. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ അവസാന സ്റ്റേജിലെത്തിയിരിക്കുക. വൈകാതെ നമുക്ക് കാണാം. പുറത്തിറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ പ്രിയരഞ്ജൻ ആശങ്കയോടെ പറഞ്ഞു. സാറ് പറഞ്ഞതിൽ ഒരു അപകട സൂചനയുണ്ടല്ലോ റൂബിയ. അതിന് സാറൊന്നും പറഞ്ഞില്ലല്ലോ. പറയട്ടെ, അപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോട്ടൽ ശരവണ ഭവനാണ് റൂബിയ നിർദ്ദേശിച്ചത്. ഞങ്ങൾക്ക് 50 നോയമ്പ വെജ് മതി. ഫാമിലി റൂമിലെ ഒഴിഞ്ഞ കോണിൽ അവർ ഇടം പിടിച്ചു. ലഞ്ചിന് സമയമാകുന്നതേയുള്ളൂ. അതുകൊണ്ട് തിരക്കായി തുടങ്ങിയിട്ടില്ല. റൂബിയയ്ക്ക് സ്പെഷ്യൽ മസാല ദോശയ്ക്കും പ്രിയരഞ്ജന് താലി ഊണിനും ഓർഡർ കൊടുത്തു. അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരവസരമായിരുന്നു അത് റൂബിയയ്ക്ക്. ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു താൻ. എല്ലാം മനസ്സിൽ ചുമന്നുകൊണ്ട് നടന്നു. ഭാരം പേറാൻ വയ്യ. വലിയ റിസ്ക്കാണ് താൻ എടുക്കാൻ പോകുന്നത്. പരസ്പരം ഉറപ്പു കിട്ടേണ്ട സമയമായിരിക്കുന്നു. പ്രിയരഞ്ജൻ തുറന്നു പറയാതെ ഒളിച്ചു പിടിച്ചിരിക്കുന്ന തീരുമാനം അറിഞ്ഞേ മതിയാവൂ. ഇനി നീട്ടാനാവില്ല. എന്താടോ, മൂഡിലല്ലല്ലോ? ടെൻഷനാണെന്ന് തോന്നുന്നു. പ്രിയ, എനിക്ക് നല്ല പ്രഷറുണ്ട്. അയ്യോ, വച്ചുകൊണ്ടിരിക്കാതെ ഏതായാലും നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിന് എന്ത് പറ്റി? വല്ല നായം കയറി നക്കിയോ? പ്രിയ, ഞാൻ തമാശ കേൾക്കുന്ന മൂഡിലല്ല. അപ്പച്ചനും ചേട്ടന്മാരും വാശിയില്ല. ശ്വാസം മുട്ടിക്കുക. എൻ്റെ കല്യാണം ഉടനെ നടത്തണം. അവൻ മൗനം ഭജിച്ചു. ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ പോവാ. ഹൈക്കോർട്ടിൽ എൻറോൾ ചെയ്യാനുള്ള തീരുമാനം നേരത്തെയാക്കുക. എൻ്റെ ലോ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം അവിടെയുണ്ട്. റൂബിയ അങ്ങോട്ട് മാറിയ ഞങ്ങളുടെ കേസൊക്കെ ആര് നടത്തും? കേസിനെയൊന്നും ബാധിക്കില്ല. കേസ് വിളിക്കുമ്പോൾ ഞാൻ വരും. മാലൂർ വക്കീലിൻ്റെ ടീമിൽ ഞാൻ മാത്രമല്ലല്ലോ. നല്ല പ്രഗത്ഭരായ വക്കീലന്മാർ വേറെ ഒരുപാടുണ്ട്. പ്രിയൻ തീരുമാനം പറയണം. എൻ്റെ മുഖത്ത് നോക്കി പറയണം. എൻ്റെ തീരുമാനം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. മറക്കണമെന്ന് നിർബന്ധമില്ലല്ലോ റൂബിയ. മറക്കാതെയും ജീവിച്ചൂടെ? ഒരുത്തനെ മനസ്സിൽ വെച്ചിട്ട് മറ്റൊരുത്തനെ വിവാഹം കഴിക്കണമെന്ന് അല്ലേ? അത് വേണ്ട. എനിക്ക് പ്രിയനെ മാത്രമേ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ. ഞാൻ മാത്രം ആഗ്രഹിച്ച പോരല്ലോ. ഇവിടെ വെച്ച് തീരുമാനം പറയണം. ഒന്നുകിൽ ഈ ബന്ധം തുടരുക, അല്ലെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. എൻ്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷനുമായി ഞാൻ ജീവിച്ചോളാം. പ്രിയരഞ്ജൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എത്ര ബോൾഡായി റൂബിയ സംസാരിക്കുന്നു. എത്ര ഉറപ്പോടെ തീരുമാനങ്ങൾ പറയുന്നു. തനിക്കത് കഴിയുന്നില്ലല്ലോ. 2 പേരുടെയും മുമ്പിൽ ആഹാരമിരുന്ന് തണുത്തു. അവൻ മൗനം തുടർന്നപ്പോൾ റൂബിയ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. എന്താ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിനക്ക് പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് എന്നെ മറക്കാൻ കഴിയില്ല പ്രിയ. അതെനിക്കറിയാം. നിൻ്റെ ആഗ്രഹത്തിനൊന്നും യെസ് പറയാതെ കോളേജ് വിട്ടു പോകുമ്പോൾ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും നിന്നെ കണ്ടുമുട്ടുമെന്ന്. അത് സംഭവിച്ചു. അതെൻ്റെ മനസ്സിൻ്റെ സത്യമായിരുന്നു. സത്യം പറയാതിരിക്കുന്നത് ആത്മവഞ്ചനയാവും. എനിക്ക് റൂബിയയെ മറക്കാൻ പറ്റില്ല. ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ ഭീരുവാകരുത്. ധൈര്യം കാണിക്കേണ്ടടുത്ത് അറച്ചു നിന്നാൽ ജീവിതം നഷ്ടപ്പെടും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. റൂബി അവൻ്റെ കരം കവർന്നു. എനിക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിജീവിക്കണം. ഞാൻ ഹൈക്കോടതിയിലേക്ക് മാറുന്നതോടെ താമസവും എറണാകുളത്താവും. അതോടെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ സ്വന്തമായി വീട് വാങ്ങുന്നത് എറണാകുളത്തായാൽ അതോടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന ആത്മവിശ്വാസത്തോടെ റൂബിയെ നോക്കി. ഇതാണ് റൂബിയ. ഏത് വലിയ പ്രശ്നത്തിനും നിമിഷനേരം കൊണ്ട് പരിഹാരം പറയും. ഒന്നും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ല. റൂബിയ പ്രതീക്ഷയോടെ നോക്കുന്നു. അവൾക്ക് വേണ്ടത് തൻ്റെ ഒരു യെസ് മാത്രം. പ്രിയരഞ്ജൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. റൂബിയ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അമ്മ ഒരുപാട് ദുഃഖം അനുഭവിച്ചവരാ. ഇനി ഞാൻ കാരണം കൂടി. എൻ്റെ അമ്മ പാവമാ. എല്ലാ അമ്മമാരും പാവങ്ങളാ പ്രിയ. എല്ലാ അമ്മമാരും നല്ലവരുമാ. ജ്യോതി അമ്മ നല്ല ബോൾഡാണെന്ന എൻ്റെ അനുഭവം. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പഠിച്ച അമ്മയല്ലേ. കൂടെ പഠിച്ചയാളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയും. ശിഖയുടെ പഠിത്തം കഴിയാൻ പോണു. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണം. തീർച്ചയായും ഉണ്ടാകണം. നമ്മുടെ ബന്ധം അതിന് തടസ്സമാകില്ലല്ലോ. പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. ശിഖയുടെ കല്യാണം നടക്കട്ടെ. കേസും കഴിയട്ടെ. എറണാകുളത്ത് സ്വന്തമായി വീട് വാങ്ങട്ടെ. എന്നിട്ട് മതി നമുക്ക് വിവാഹം. അതുവരെ രവിവർമ്മ ചിത്രത്തിൻ്റെ രതിഭാവവും നോക്കി ചമ്മലോടെ അവൾ മസാലദോശയ്ക്ക് കൈവച്ചു.
കഴിഞ്ഞ രാത്രിയിൽ കനത്ത വേനൽ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് കല്ലടയാർ കലങ്ങി മറിഞ്ഞൊഴുകുന്നു. തൂക്കുപാലത്തിന് അടിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തെന്മല കാണാൻ പോകുന്നവരെല്ലാം തൂക്കുപാലവും കാണാൻ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവിടെ തിരക്കായിരിക്കും. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി പ്രിയരഞ്ജൻ ഒറ്റക്കലിലെ വീട്ടിലേക്കും റൂബിയ കോടതിക്കടുത്തുള്ള ഓഫീസിലേക്കും മടങ്ങി. നല്ല ഹൈവേ റോഡായിരുന്നതിനാൽ നല്ല വേഗത്തിലാണ് പ്രിയരഞ്ജൻ ബൈക്ക് ഓടിച്ചിരുന്നത്. കലയനാട് പിന്നിട്ടതോടെയാണ് അവൻ ഉറപ്പാക്കിയത് ഒരു ചുവന്ന മാരുതി ഓമിനി വാൻ തന്നെ പിന്തുടരുന്നുണ്ട്. അവൻ വേഗത കൂട്ടിയതോടെ ആ വാഹനവും വേഗത വർദ്ധിപ്പിച്ചു ഒപ്പമെത്തി. കഥ തുടരും.